പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ തെളിവുകൾ പുറത്തുവിട്ട് ഷാഫി പറമ്പിൽ MP. ഗുണ്ടാബന്ധത്തിന് സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട CI അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ചത് എന്നാണ് ഷാഫിയുടെ ആരോപണം. CPM നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബോധപൂർവം സൃഷ്ടിച്ച സംഘർഷമാണ് പേരാമ്പ്രയിലേതെന്ന് MP ആരോപിച്ചു. താനല്ല മർദ്ദിച്ചത് എന്ന് CI അഭിലാഷ് ഡേവിഡ് പറഞ്ഞു. തനിക്കെതിരെ ഉണ്ടായിരുന്നത് സസ്പെൻഷൻ നടപടി മാത്രമായിരുന്നുവെന്നും CI അവകാശപ്പെടുന്നു. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ശ്രീ VK സനോജ് CPM, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ്, ശ്രീ ഷാഫി ചാലി മുസ്ലിം ലീഗ്, ശ്രീ M ജയചന്ദ്രൻ CPM സഹയാത്രികൻ എന്നിവർ. ആദ്യം ശ്രീ VK സനോജ്, പോലീസിൽ നിങ്ങൾക്ക് ഗുണ്ടാ ഫ്രാക്ഷൻ ഉണ്ടോ? വടകര MP തെളിവുകൾ സഹിതം ദൃശ്യങ്ങൾ സഹിതമാണ് തനിക്ക് അടിയേറ്റ സംഭവം വിശദീകരിച്ചത്. അഭിലാഷേ, ഷാഫിയുടെ പതിവ് ഷോയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷോ ആയിരുന്നില്ല ഇന്ന്. നേരത്തെ നടത്തിയ ഷോൻ്റെ ഒരു തുടർച്ച മാത്രമാണ് ഇന്ന് നമ്മൾ കണ്ടത്. അദ്ദേഹം എന്താണ് പച്ചക്കള്ളം ഇവിടെ പറഞ്ഞത്? അദ്ദേഹം പറയുന്നത് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസുകാരൻ അയാളെ നേരത്തെ സേനയിൽ നിന്ന് പിരിച്ചുവിട്ടതാണ് പോലും. അപ്പോൾ പിരിച്ചുവിട്ട പോലീസുകാരനെ ഷാഫിയെ മർദ്ദിക്കാൻ വേണ്ടി തിരിച്ചെടുത്ത് വടകരയിൽ കൊണ്ട് പേരാമ്പ്രയിൽ കൊണ്ട് നിയമിച്ച് അവിടെ ഡ്യൂട്ടി കൊടുത്ത് ഷാഫിയുടെ മൂക്കടിച്ച് പൊട്ടിച്ചു എന്നാണ് ഷാഫി ഇന്ന് വലിയ കണ്ടുപിടുത്തമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്താണ് അതിൻ്റെ വസ്തുത? ഇപ്പോൾ ആ പോലീസുകാരൻ തന്നെ പറഞ്ഞല്ലോ, ഞാൻ ആ സ്ഥലത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ല, എനിക്ക് ഡ്യൂട്ടി നിശ്ചയിച്ച സ്ഥലം വേറെയായിരുന്നു, എൻ്റെ ഹെൽമെറ്റ് നിറം ഇതായിരുന്നു ഒക്കെ അയാൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇവരുടെ തന്നെ ചില നേതാക്കന്മാർ നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്? ഇവർ പറഞ്ഞത് TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഞങ്ങളുടെ LDF കൺവീനർ, പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ജിഷ്ണു എന്ന് പറയുന്ന ഒരു പോലീസുകാരനുണ്ട്. അപ്പോൾ TP രാമകൃഷ്ണൻ ജിഷ്ണുവിനെ പറഞ്ഞു വിട്ടതാണ് ഷാഫിയുടെ തലയടിച്ച് പൊട്ടിക്കാൻ. എന്നിട്ട് ജിഷ്ണുവിനെതിരായിട്ട്, ജിഷ്ണുവിൻ്റെ കുടുംബത്തിനെതിരായിട്ട്, ജിഷ്ണുവിൻ്റെ അമ്മയ്ക്കെതിരായിട്ട് എല്ലാം വലിയ രൂപത്തിൽ ഈ സൈബർ അറ്റാക്ക് നടത്തി. ഒരു ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രഖ്യാപിച്ചത് ജിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തും എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ ജിഷ്ണുവിനെ വിട്ടോ? TP രാമകൃഷ്ണൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അടികിട്ടി എന്ന വാദം ഇപ്പോഴവർ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് വിട്ട് പുതിയ വാദത്തിലേക്ക് കടന്നോ? അതുകൂടി ഇവർ വിശദീകരിക്കേണ്ടതുണ്ട്. ഇതിലിപ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കാരണം പേരാമ്പ്രയിൽ നടന്ന കാര്യം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അല്ല, അവിടെ കഴിയുമ്പോഴാണ് നമ്മുടെ കൺമുമ്പിലുള്ള ദൃശ്യങ്ങളുണ്ടല്ലോ, അത് അഭിലാഷ് ഡേവിഡ് ആണോ വിഷ്ണു ആണോ എന്നുള്ള തർക്കം അവിടെ നിൽക്കുന്ന ദൃശ്യമാണുള്ളത്. അവിടെ MP മെമ്പർ ഓഫ് പാർലമെന്റിനെ പോലീസ് ലാത്തി കൊണ്ട് മുഖത്തടിക്കുന്ന ദൃശ്യമുണ്ടല്ലോ. ഇവിടെ ഇന്ന് വന്ന ദൃശ്യമല്ല, ഇത് നേരത്തെ മുതലേ ഉള്ള ദൃശ്യമാണ്. ബോംബറിഞ്ഞ ദൃശ്യമുണ്ടോ അഭിലാഷിന്റെ കയ്യിൽ? ബോംബറിഞ്ഞ ദൃശ്യവും വന്നല്ലോ, സ്ഫോടക വസ്തു. ദൃശ്യമുണ്ടോ? എല്ലാ ദൃശ്യങ്ങളും ഇപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ടല്ലോ. ഇവിടെ ഇവിടെ പോലീസ് ഗ്രനേഡ് പിടിച്ചു നിൽക്കുന്ന ദൃശ്യമുണ്ടല്ലോ. ഇവിടെ ശ്രീ സനോജ്, ഒരു പാർലമെന്റ് അംഗത്തിന്റെ മുഖത്ത് അവിടെ വലിയ സംഘർഷം ഉണ്ടായിരുന്നു. ഉന്തിലും തള്ളിലും പെട്ട് അറിയാതെ ലാത്തി മുഖത്ത് കൊണ്ടുപോയതല്ലല്ലോ, മറിച്ച് ലാത്തി ഉപയോഗിച്ച് MP-യെ തെരഞ്ഞു പിടിച്ച് ലാത്തി ഉപയോഗിച്ച് MP-യുടെ മുഖത്തടിച്ചു എന്നുള്ളത് കേരളത്തിന് ബോധ്യമുള്ള വിഷയമല്ലേ? അത് ഷോയാണോ? ഷോയാണ്, ഒരു ബോധ്യവുമില്ല. അതെന്താണ്? ഷാഫി സ്വയം ലാത്തി പിടിച്ചു വാങ്ങി മുഖത്തടിക്കായിരുന്നു എന്ന് പറയാം. ഞാൻ പറയാം, ഷാഫി എപ്പോഴാണ് അവിടെ എത്തിയത്? എന്തായിരുന്നു പേരാമ്പ്രയിൽ സംഭവിച്ചത്? പേരാമ്പ്രയിൽ ഷാഫിയെ തടയാൻ വേണ്ടിയിട്ട് CPM-ന്റെ ആളുകൾ ഒത്തുകൂടിയോ? പേരാമ്പ്രയിലെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള പ്രമോദിനെ പഞ്ചായത്ത് ഓഫീസിൽ കയറിയിട്ട് ഷാഫിയുടെ ഗുണ്ടാസംഘം മർദ്ദിച്ചു. എന്തിനു മർദ്ദിച്ചു? അവിടെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് കിട്ടിയ ഒരു വീട് ഷാഫിയും സംഘവും കോൺഗ്രസ്സുകാർ നിർമ്മിച്ചു കൊടുത്തതാണ് എന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ച് നാണമില്ലാതെ പോയി ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടനം ചെയ്തതിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പിറ്റേ ദിവസം പത്രക്കാരെ വിളിച്ചു പറഞ്ഞു, പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഷാഫി ഇളിഭ്യനായി. അതിൻ്റെ പക ഷാഫി ഗുണ്ടാ പടയെ വിട്ടിട്ട് പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറ്റി. എന്നിട്ട് പ്രമോദിനെ മർദ്ദിച്ചു. ആ മർദ്ദനത്തിന്റെ ഭാഗമായിട്ട് പ്രതിഷേധിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന്റെ തീരുമാനപ്രകാരം ആളുകൾ അവിടെ ഒത്തുകൂടി. മുൻകൂട്ടി തീരുമാനിച്ച പരിപാടിയാണ്. അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ച പ്രകടനം പേരാമ്പ്രയിൽ അവസാനിപ്പിച്ചു. ആ പ്രകടനത്തിന് നേരെ വന്ന് ബോംബുമായി വന്ന് ആക്രമിക്കുക, കുഴപ്പമുണ്ടാക്കുക എന്നായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം. ഇത് തിരിച്ചറിഞ്ഞ അടുത്ത ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ഇത് ഷാഫിയുടെയും കോൺഗ്രസിന്റെയും ദുഷ്ടലാക്കാണ്, ഈ കെണിയിൽ വീഴരുത് എന്ന് പറഞ്ഞിട്ട് നേതാക്കന്മാർ അവിടെ അനൗൺസ് ചെയ്യുകയാണ്.
ഈ കെണിയിൽ വീഴേണ്ടതില്ല. മുഴുവൻ ഇടതുപക്ഷത്തിന്റെ ആളുകളും ഷാഫി പറമ്പിലും അനൗൺസ് ചെയ്യുന്നുണ്ട് പിരിഞ്ഞു പോകണം, സമാധാനപരമായി പിരിഞ്ഞു പോകണം എന്നൊക്കെ. അവിടെ ഈ ഒരു സംഭവം മാത്രമല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. ശ്രീ വി കെ സനു, CKG കോളേജിലെ 2 മണിക്കൂർ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെയർമാൻ സ്ഥാനം SFIക്ക് നഷ്ടമായതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷം, ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ച സംഘർഷം, രണ്ടു കൂട്ടരും LDF-ന്റെയും UDF-ന്റെയും പ്രവർത്തകർ അവിടെ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു. ഷാഫി പറമ്പിൽ അവിടെ എത്തുന്നതിന്റെ തലേ ദിവസം സംഘർഷം ഉണ്ടായിരുന്നു. പേരാമ്പ്ര സംഘർഷ ഭൂമിയായിരുന്നു. എന്റെ ചോദ്യം, ഈ സംഘർഷ സ്ഥലത്തെത്തിയ MP-യുടെ നേരെ ഒരു പോലീസുകാരൻ, ഒരൊറ്റ പോലീസുകാരൻ 3 തവണ ലാത്തി പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. 2 തവണ, ഒരു തവണ തലയിൽ കൊണ്ടു, രണ്ടാമത്തെ തവണ മൂക്കിന് കൊണ്ടു, മൂന്നാമത്തെ തവണ കൊണ്ടില്ല. MP-യെ തെരഞ്ഞുപിടിച്ച് MP-യെ നോക്കി പോലീസുകാരൻ ഈ തരത്തിൽ പെരുമാറണമെങ്കിൽ അതിന് കാരണമുണ്ടാവണമല്ലോ. അയാൾ അഭിലാഷ് ഡേവിഡ് എന്ന CPIM-ന്റെ പശ്ചാത്തലമുള്ള പോലീസുകാരനാണെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. അത് തെളിയിക്കപ്പെടട്ടെ. പക്ഷേ എന്തിനാണ് ഒരു പോലീസുകാരൻ ഒരു MP-യെ, ഒരു പാർലമെന്റ് അംഗത്തെ ഈ തരത്തിൽ വളഞ്ഞിട്ട് കൃത്യമായി ലക്ഷ്യം വെച്ച് അടിക്കുന്നത്? അയാൾക്കൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. അതെന്താണെന്നാണ് എന്റെ ചോദ്യം. അതെ, ഈ കുറെ കളവാണ് അഭിലാഷ് ഇവിടെ പ്രചരിപ്പിച്ചത്. അവിടെ പ്രചരിപ്പിച്ച ഒന്നാമത്തെ കളവ് അഭിലാഷ് പോലും മനസ്സിലാക്കാതെ ഇപ്പൊ ഇവിടെ പറഞ്ഞു. അവിടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI പരാജയപ്പെട്ടുകൊണ്ട് കുഴപ്പമുണ്ടാക്കിയെന്നാണ്. SFI കാലങ്ങളായി ജയിക്കാത്തൊരു കോളേജിലാണ് SFIയുടെ ആളുകൾ അവിടെ ജയിച്ചത്. ഞങ്ങൾ അവിടെ സംഘർഷം ഉണ്ടാക്കിയത് ആരാണ് എന്ന് അഭിലാഷ് അവിടുത്തെ റിപ്പോർട്ടോട് ചോദിക്കണം. UDF ആണ്, KSU, യൂത്ത് കോൺഗ്രസ് ആണ് അവിടെ സംഘർഷം ഉണ്ടാക്കിയത്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ MP-യെ തെരഞ്ഞു പിടിച്ചടിച്ചു എന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഷാഫി പൊതുവെ ഷോവിന്റെ ആളാണ് എന്ന് ആർക്കാണ് പറയാത്തത്? ഷാഫിയുടെ മൂക്കടിച്ച് പൊട്ടിച്ച്, ഷാഫിയുടെ തലയടിച്ച് പൊട്ടിച്ച്, ഷാഫിക്ക് അങ്ങനെ ഒരു ഷോനുള്ള അവസരം CPM ഗൂഢാലോചന നടത്തി ഒരുക്കുക എന്നൊക്കെ പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കുക അഭിലാഷേ? അവിടെ ഷാഫിയെ കാത്തു നിൽക്കുക. അവിടെയുള്ള കോൺഗ്രസ്സുകാർക്കിടയിൽ കടുത്ത അഭിപ്രായ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെയുള്ള ആർക്കെങ്കിലും അടി കിട്ടിയോ കോൺഗ്രസ്സുകാർക്ക്? എന്തേ ഷാഫിക്കും വേറൊരാൾക്ക് മാത്രം ആ സംഘർഷത്തിൽ പരിക്കുണ്ടാവാൻ കാരണം? വളരെ ബോധപൂർവം അവിടെ കുഴപ്പമുണ്ടാക്കാൻ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ബോംബ് വന്ന് വീണത്. ശരി, ഫോറൻസിക് റിപ്പോർട്ട് തെറ്റാണെന്ന് അഭിലാഷ് തോന്നുന്നുണ്ടോ? ശരി, ഞാൻ ആ പോയിന്റിലേക്ക് വരാം. ഉണ്ടാക്കിയ ആളും CPM-ന്റെ ആളുകളാണോ? ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ CPM ആണോ? ശരി, ശ്രീ KP നൗഷാദ് അലി, ഈ സംഭവം ഉണ്ടായതിന്റെ അന്ന്, അതിന്റെ പിറ്റേ ദിവസം ഒക്കെ കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത് വിഷ്ണു എന്ന പോലീസുകാരനാണ്. ആ പോലീസുകാരൻ TP രാമകൃഷ്ണന്റെ LDF കൺവീനറുടെ അയൽവാസിയാണ്, അയാളാണ് അടിച്ചത് എന്നാണ് ചാനൽ ചർച്ചകളിൽ താങ്കളെ പോലെ വന്നിരുന്ന പ്രതിനിധികൾ പറഞ്ഞത്. വിഷ്ണു എന്ന പോലീസുകാരൻ മാത്രമാണ് അടിച്ചത്, ഒറ്റ പോലീസുകാരനാണ് അടിച്ചതെന്നാണ്. അതിപ്പോ ഇത്രയും ദിവസം കഴിയുമ്പോൾ എങ്ങനെയാണ് അഭിലാഷ് ഡേവിഡ് ആവുന്നത്? അപ്പോ വിഷ്ണു എവിടെ പോയി? അഭിലാഷ, ഇവിടെ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ, പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എനിക്കിവിടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഇവിടെ ഒരു വലിയൊരു ജനക്കൂട്ടം സംഘർഷഭരിതമായി സ്വാഭാവികമായിട്ടും മുന്നോട്ട് വരും ഒരു രാഷ്ട്രീയ വിഷയം ഉണ്ടാവുമ്പോൾ അത് അവസാനിപ്പിക്കാൻ എല്ലാ കാലത്തും പോലീസ് ആശ്രയിക്കാർ നേതാക്കളെയാണ്. ഇവിടെ ഇന്ത്യൻ പാർലമെൻറ്റ് അംഗം അവിടെ മുമ്പിലുണ്ട്, DCC പ്രസിഡന്റും മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാക്കളും അടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. അങ്ങനെയുള്ള ആളിലെ ഏറ്റവും വലിയ പ്രോട്ടോക്കോളുള്ള ആളെ തെരഞ്ഞുപിടിച്ച് ഒരു പോലീസ് ബോധപൂർവം 3 തവണ മർദ്ദിക്കുക, മൂന്നാമത്തെ തവണ വിഫലമാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു അസ്വാഭാവികതയുണ്ട് എന്ന് തോന്നാത്തവരായിട്ട് ആരെങ്കിലും അന്നം തിന്നുന്നവരിലുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് നിയമപരമാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 105-ന്റെ ലംഘനമാണ്. 2011 പോലീസ് ചട്ടത്തിൻ്റെ വകുപ്പ് 3-ന്റെയും 4-ന്റെയും ലംഘനമാണ്. പോലീസ് മാനുവലിലെ വകുപ്പ് 24-ന്റെ ലംഘനമാണ്. 1960 പോലീസ് ആക്ടിന്റെ ലംഘനമാണ്. CRPC എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന നിയമത്തിന്റെ വ്യത്യസ്ത നിർദ്ദേശങ്ങൾക്ക് എതിരാണ്. ഇത്തരത്തിൽ വലിയൊരു അട്രോസിറ്റി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് ആ പോലീസിനെ സ്പർശിക്കാതെ അവരെ താലോലിച്ച് കടന്നു പോകണമെന്നാണ് ഈ ഇടതുപക്ഷ ഭരണം ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇതൊരു പ്രാകൃത ഭരണമല്ലേ? ഇവരൊക്കെ ഇടതുപക്ഷം എന്ന പേരിന് അർഹരാണോ? ഈ പുരോഗമന വിരുദ്ധരായ ഈ മനുഷ്യരൊക്കെ
ഈ കേരളത്തിന്റെ പ്രബുദ്ധതയും ഉത്ബുദ്ധതയുമാണ് ഇല്ലാതാക്കുന്നത്. ഇത്തരത്തിൽ പെരുമാറുന്ന ഒരു പോലീസ് കേരളത്തിന് പരിചയമില്ല. പോലീസ് എന്ന് പറയുമ്പോൾ ഒറ്റ ഒരു പോലീസുകാരനിലേക്ക് ആരോപണം മുന ചെന്നെത്തുകയാണല്ലോ. വേറൊരു പോലീസുകാരന്റെ പേരാണ് നേതാക്കൾ, DCC പ്രസിഡന്റും ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന പ്രതിനിധികളും ഒക്കെ പറഞ്ഞിരുന്നത് വേറൊരു പോലീസുകാരന്റെ പേരാണ്. ഇപ്പോ വേറൊരു പോലീസുകാരന്റെ പേര് പറയുന്നു. അയാൾ ആ ദിവസം അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു, ഞാൻ 25 മീറ്റർ അപ്പുറത്തായിരുന്നു എന്ന് അയാൾ അവകാശപ്പെടുന്നു. ഇതിപ്പോ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് അപ്പുറത്ത് സത്യം എവിടെയാണ്? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇനി മുമ്പ് പറഞ്ഞ പോലീസുകാരനാവട്ടെ, ഈ പോലീസുകാരനാവട്ടെ, ഇനി അമർ അക്ബർ ആന്റണി എന്ന പോലീസുകാരനാവട്ടെ, ഏതായാലും ഒരു പോലീസുകാരന്റെ പക്കൽ നിന്ന് ഇത്തരം ഒരു പ്രവൃത്തി വരുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അദ്ദേഹത്തിന്റെ പേരിൽ വരുന്ന മാറ്റവും വ്യത്യാസമൊന്നുമില്ല. ഏതായാലും ഞങ്ങൾ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതാണല്ലോ ഈ പറഞ്ഞ ജീവിക്കുന്ന തെളിവുകൾ. അതിലെ സാങ്കേതികത്വം ചൂണ്ടിയിട്ട് എങ്ങനെ തടിതപ്പാൻ കഴിയും? ഒരു കാര്യം കൂടി അഭിലാഷേ, ഇവിടെ ഷാഫി പറമ്പിലിനെ നിരന്തരം ഷോ എന്ന് വിളിക്കുന്നത് കണ്ടു. ഒറ്റ കാര്യം ഞാൻ പറയുന്നു, ഷാഫി പറമ്പിൽ ഇതുവരെ കൊറോണ കാലത്ത് അമേരിക്കക്കാര് ഞങ്ങളെ വിളിച്ച് സഹായം തേടി എന്ന ആ ഷോ കാണിച്ചിട്ടില്ല. ഷാഫി പറമ്പിൽ ഇതുവരെ അമേരിക്കയിലെ റോഡ് പോലും കേരളത്തിന്റെ അത്ര വരില്ല എന്ന് പറഞ്ഞ് പിണറായിയെ പോലെ ഷോ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് പിണറായിയെയും ശൈലജയെയും ഒക്കെ ഷോ കാണിക്കുന്നവരെന്ന് ആദ്യം നിങ്ങൾ ചെന്ന് ആക്ഷേപിക്ക്. ഇത് കാണിക്കാതെ മൂക്കിന്റെ എല്ല് പൊട്ടിയിട്ടും അവിടെ നിന്ന് ജനത്തെ നിയന്ത്രിച്ച് സമാധാനപരമായ ആ വിഷയം പിരിച്ചുവിട്ടിട്ട് ആശുപത്രിയിലേക്ക് പോയ ഷാഫി പറമ്പിലും നിങ്ങളൊക്കെ തമ്മിൽ അജഗജാന്തരമുണ്ട് സുഹൃത്തുക്കളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ ഷാഫി ചാലിയം, ഇവിടെ CPM ഉന്നയിക്കുന്നത് മറ്റൊരു വിഷയം കൂടിയാണ്. പ്രതിഷേധ സമരം നടത്തുമ്പോൾ അതിൽ ബോംബിന് എന്ത് കാര്യം എന്ന് DCC പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി. ഞങ്ങൾ സ്ഫോടക വസ്തു ഉപയോഗിച്ചില്ല എന്നൊക്കെ അവകാശപ്പെട്ടു. ആ കാര്യത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. ഒരു പ്രതിഷേധം എങ്ങനെയാണ് ഈ തരത്തിൽ സംഘർഷത്തിലേക്ക്, കലാപത്തിലേക്ക്, ബോംബേറിലേക്കൊക്കെ വഴിമാറുന്നത്? പ്രതിഷേധിക്കാൻ വരുന്ന ആളുകൾ ബോംബും കൊണ്ടാണോ വരുന്നത്? അഭിലാഷേ, പേരാമ്പ്രയിലെ CKG കോളേജുമായി ബന്ധപ്പെട്ട് ആണ് വിഷയത്തിൻ്റെ പ്രഭവ കേന്ദ്രം. അവിടെ നമുക്കറിയാം എത്രയോ കാലമായി മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധത്തിൽ SFIയുടെ വലിയ ഒരു കോട്ടയായിരുന്നു അത്. അവിടെയാണ് KSU MSF സഖ്യം ഇത്തവണ വിജയിച്ചത്. സ്വാഭാവികമാണ്, കോളേജ് യൂണിയനിൽ വിജയിക്കുന്നവർ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് ഈ നാട്ടിൽ എല്ലായിടത്തും നടക്കുന്നതാണ്. അങ്ങനെ SFI ജയിച്ചെടുത്ത് അവർ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ MSFും KSU ഒക്കെ നടത്തിയെടുത്ത് അവരും നടത്തിയിട്ടുണ്ട്. പക്ഷെ പേരാമ്പ്രയിൽ എന്താ സംഭവിച്ചത്? ആഹ്ലാദ പ്രകടനം നടത്താൻ മുന്നോട്ട് വന്ന MSF KSU പ്രവർത്തകരെ അതിന് അനുവദിക്കുന്നില്ല. അവർ തടയുകയാണ്. പോലീസ് ഒരു നിലക്കും അനുമതി കൊടുക്കുന്നില്ല. പിറ്റേ ദിവസം എന്ത് ചെയ്യാണ്? പിറ്റേ ദിവസം പോലീസിൻ്റെ അടുത്ത് നിന്ന് അനുമതി തേടിയപ്പോൾ പോലീസ് തന്നെ ബസ് സ്റ്റാൻഡ് വരെ വന്ന് പോകണം എന്നാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് കിടക്കരുത്. അങ്ങനെ പോലീസ് അവിടെ ഒരു അതിർത്തി വെച്ചു, ഒരു ബോർഡർ വെച്ചു. അവിടേക്കാണ് ഈ പ്രകടനം നടത്തുന്നത്. എന്നാൽ ആ പരിധി പോലീസ് തന്നെ അനുവദിച്ച ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് പറയുകയാണ്, 19ഓളം ഗുണ്ടകൾ അവിടെ ഉണ്ട് നിങ്ങൾ ആക്രമിക്കാൻ, അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകണം. ഗുണ്ടകൾ അവിടെ ഉണ്ടെങ്കിൽ ഗുണ്ടകളെയല്ലേ പോലീസ് പിരിച്ചുവിടേണ്ടത്, അല്ലാതെ ഈ കുട്ടികളെയാണോ? എവിടെയും കേട്ടുകേൾവില്ലാത്തതാണ്. ആ സന്ദർഭത്തിലാണ് അവിടുത്തെ MP കൂടിയായ ഷാഫി അവിടെ വന്നിറങ്ങുന്നത്. അതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും ഉണ്ട്. ഷാഫി വന്ന് എന്താ പറയുന്നത്? നമ്മൾ പോലീസ് പറയുന്നത് കേൾക്കണം, എല്ലാവരും പോലീസ് പറഞ്ഞത് അനുസരിക്കണം. നമുക്ക് വളരെ വിജയമുള്ളൊരു ദിവസമാണ്. അവരാകട്ടെ പരാജയ ഭീതിയിൽ അവരാകെ വെപ്രാളത്തിലാണ്. അവർക്ക് എന്തും ആകാം. അതുകൊണ്ട് പ്രവർത്തകരെ വളരെ സമാധാനപരമായിട്ടാണ് ഷാഫി കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഒരു സംഘർഷം CPMുമായി ഉണ്ടായിട്ടില്ല. CPMകാരും ഈ കുട്ടികളും തമ്മിൽ നേർക്ക് നേർ വന്നിട്ടേ ഇല്ല. അതാ പഠിക്കണ്ടേ. ഇതൊരു CPM സംഘർഷമല്ല. ഇത് ഷാഫി വന്ന് ഇറങ്ങിയോടുകൂടി പോലീസിന്റെ സ്വഭാവമായിട്ട് മാറുകയാണ്. മാറിയിട്ട് എന്ത് ചെയ്യാണ്? തല്ലിയാണ്. നമ്മൾ ആ രംഗം നമ്മൾ കണ്ടതാണ് അല്ലേ? നമ്മൾ കണ്ടതല്ലേ? തലക്കടിക്കുന്നു, മൂക്കിനടിക്കുന്നു, മൂക്കിന്റെ പാലം പോകുന്നു. അപ്പുറത്തൊരു ലീഗ് പ്രവർത്തനെ, എന്താണ് ആ ലീഗ് പ്രവർത്തനം ചെയ്തത്? അതിഭീകരമായിട്ടാണ് മർദ്ദിച്ചത്. അഭിലാഷ്, ആ കുട്ടിയുടെ മുഖം ഒന്ന് കാണണം. അതിന്റെ മുഖഭാഗത്തുള്ള സർവ്വ എല്ലുകളും തകർന്നു. ഒരു കണ്ണ് പരിപൂർണമായി കാഴ്ച നശിച്ചു.
തുടയിൽ നിന്ന് എന്താണ് എല്ലെടുത്തിട്ടാണ്, കാലിൽ നിന്ന് എല്ലെടുത്തിട്ടാണ് ഈ പ്ലാസ്റ്റിക് സർജറി മര്യാദ പിടിപ്പിച്ചു കൊടുക്കുക. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക എന്താ ഈ സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആദ്യം നമ്മുടെ SP എന്താ പറഞ്ഞു? SP പറഞ്ഞത് വളരെ കൃത്യമായി പറഞ്ഞു, അവിടെ ലാത്തി ചാർജേ നടന്നിട്ടില്ല, ഒരു ലാത്തി ചാർജ് നടന്നിട്ടില്ല. ഉണ്ടെങ്കിൽ ദൃശ്യം പുറത്തു വിടുന്ന പറഞ്ഞു. വെല്ലുവിളി നടത്തി, ദൃശ്യം കൊടുത്തു, ടൈമറുള്ള ക്യാമറയിൽ പിടിച്ച ദൃശ്യങ്ങൾ കൊടുത്തു. ദൃശ്യം കൊടുത്തപ്പോൾ പിന്നെ മറുപടിയില്ല. പിന്നെ ഒരു RSSന്റെ വേദിയിൽ ഈ SP പോവുക. ഇങ്ങോട്ട് അവിടെ നിന്നാ പറഞ്ഞത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വെച്ചിട്ടുണ്ട്, പോലീസിലെ ചിലർ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ആലോചിക്കണങ്ങൾ. അപ്പൊ SP തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ശരി. പിന്നെ ആ ദൃശ്യങ്ങളിൽ നിന്നുള്ള ആള് ഇന്ന് വളരെ ഇതുവരെ ഷാഫിയുടെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഷാഫി എന്ന ഒരു പാർലമെന്റ് മെമ്പർക്ക് ആരോ ആകട്ടെ, അദ്ദേഹത്തിന് ഒരു മർദ്ദനമേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്ത് മൊഴിയെടുക്കാനെങ്കിലും വരണ്ടേ? എത്ര ദിവസം ഈ നിമിഷം വരെ മൊഴിയെടുക്കാൻ വന്നിട്ടില്ല, അപ്പുറത്തുള്ള കുട്ടീൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഇത് എന്തൊരു പോലീസ് സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ. ഇനിയിപ്പം സനോജിന്റെ വർത്തമാന പ്രകാരം അവിടെ ലാത്തി ചാർജ് നടന്നിട്ടില്ല, ഈ പറഞ്ഞ ഈ 2 ജിഷ്ണു പോലീസുകാരും വന്നിട്ടില്ല, ഡേവിഡും വന്നിട്ടില്ല, നബിന് ഷാഫിയും വന്നിട്ടില്ല, അതും കൂടിയാണ് പറഞ്ഞാളി. ഇതൊക്കെ നമ്മൾ കാണുന്നല്ലേ. അല്ലെങ്കിൽ സ്ഥിരം പറഞ്ഞ ഒരു ജമാഅത്ത് ഇസ്ലാമി നുഴഞ്ഞു കയറി എന്ന് പറയും. എന്തൊരു ലാഘവത്തിലെ സനോജ ഈ വിഷയമൊക്കെ കൈകാര്യം ചെയ്തു. നമ്മളെ പോലീസിനെ ഈ കോലത്തിലാക്കി കഴിഞ്ഞാൽ, മുമ്പൊരു മുൻ MP ഗുജറാത്തിൽ തീയിട്ട് കൊന്നൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സനോജും ഞാനും ഒക്കെ അന്ന് എന്താ ചർച്ചയിൽ പറഞ്ഞത്? ഒരു മുൻ പാർലമെന്റ് അംഗത്തിനെ കൊന്ന നടപടിയുമായി ബന്ധപ്പെട്ട് ഈ ഫാസിസത്തിന്റെ ആ ക്രൂരതകളെ നമ്മളും നിങ്ങളെ പാർട്ടിയും നമ്മളെ പാർട്ടിയൊക്കെ ഒരുപോലെ പറഞ്ഞത്. ഇതൊരു എന്താ പറയുക, ഒരു സ്റ്റിൽ MP, നിലവിലുള്ള ഒരു MP ആണ് ഈ ചെയ്യുന്നത്. എന്താ അതിന് കാരണം വളരെ വ്യക്തം. ഇന്ന് CPM ജയിച്ച ഏത് മണ്ഡലത്തിലും ഈ ഷാഫിയെ കൊണ്ടുപോയി നിർത്തിയാൽ അവിടെ അട്ടിമറി. ശരി, അത്തരം രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് എന്തുകൊണ്ട് ഷാഫിയോട് ഭയം തന്നെയാണ്. ശരി, ഓക്കെ, അതാണ് ആരോപണം. ശ്രീ M ജയചന്ദ്രൻ, ഇവിടെ ഇപ്പോ പോലീസിനെതിരെ ഉയരുന്നത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. ദൃശ്യങ്ങൾ സഹിതമാണ് വടകര MP ആ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. DYSP ഹരിപ്രസാദ് ഗ്രനേഡ് പിടിച്ച് ഇരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു. ഗ്രനേഡ് സ്ക്വാഡ് വേറെ ഉണ്ടല്ലോ എന്ന് മാത്രമല്ല, ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന് പരിക്കേറ്റത് പോലീസിന്റെ ഗ്രനേഡ് താഴെ വീണ് പൊട്ടിയിട്ടാണ് അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നത്. MP അഡ്മിറ്റ് ആയിട്ടുണ്ടോ എന്ന് ആശുപത്രി കിടക്കയിൽ വെച്ച് DYSP ചോദിക്കുന്നു. നമുക്കറിയാം, റൂറൽ SP ആദ്യം ലാത്തി ചാർജേ ഉണ്ടായില്ല എന്ന് പറയുന്നു, പിന്നീട് പറയുന്നു പോലീസിലെ ചില ആളുകൾ കുഴപ്പമുണ്ടാക്കിയെന്ന് പറയുന്നു, ചില ആളുകൾ പ്രത്യേക ലക്ഷ്യം വെച്ച് കുഴപ്പമുണ്ടാക്കിയെന്ന് പോലീസിന് തന്നെ തോന്നുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇന്നിപ്പോ ശിക്ഷാ നടപടികൾക്ക് വിധേയനായ ഉദ്യോഗസ്ഥൻ ദുരൂഹമായി തിരിച്ചെത്തി എന്ന കാര്യം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥൻ ലോ ആൻഡ് ഓർഡറിൽ തന്നെ വടകര പോലെ വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലത്ത് അവിടെ പോസ്റ്റ് ചെയ്യപ്പെടുന്നു. അയാളുടെ നേതൃത്വത്തിൽ ആക്രമണം നടക്കുന്നു എന്ന് പറയുമ്പോൾ പോലീസ് ഏത് നിലയിൽ ഇതിന് മറുപടി പറയുമെന്നൊരു പ്രശ്നം കൂടിയുണ്ട്. പോലീസിനെ കൊണ്ട് മറുപടി പറയിക്കേണ്ടതായ പ്രശ്നവുമുണ്ട്. എങ്ങനെയാണ് ഈ ക്രിമിനലുകൾക്ക് കാക്കി കുപ്പായം കിട്ടുന്നത് എന്നതിന്റെയും പ്രശ്നമുണ്ട്. അതെ, അഭിലാഷ് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇതിപ്പോ ഈ വിഷയത്തിൽ എന്നല്ല, പോലീസ് അതിക്രമങ്ങൾ ആരോടും, ഇത് ഷാഫി പറമ്പിൽ എന്ന MP നേരെയല്ല, ഈ പാനലിരിക്കുന്ന ആർക്കാണെങ്കിലും ഏത് സാധാരണക്കാരാണെങ്കിലും ഞാൻ കഠിനമായി എതിർക്കും, പ്രതിഷേധിക്കും. നാളിതുവരെ ജീവിതത്തിലുടനീളം ഞാൻ ചെയ്തു പോന്നിട്ടുള്ളൂ, അങ്ങനെയാണ്, നാളെ അങ്ങനെയായിരിക്കും. പോലീസ് അതിക്രമങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കുകയോ ന്യായീകരിക്കുകയോ പോലുമോ ഇല്ല. ഒരു സംശയവും ഇക്കാര്യത്തിലും അത് തന്നെ എൻ്റെ കഠിനമായ പ്രതിഷേധം പോലീസ് അവിടെ ചെയ്തിട്ടുള്ളത് ഞാൻ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അത് കാണാതിരിക്കാൻ കഴിയില്ല. അഭിലാഷ്, എന്താണ് ആ പ്രധാനപ്പെട്ട കാര്യം? ഇന്ന് വാർത്താസമ്മേളനത്തിൽ ഷാഫി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഫോക്കസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ന്യൂക്ലിയസ് എന്തായിരുന്നു ആർഗ്യുമെന്റിന്റെ? ആ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഈ അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥൻ പിരിച്ചുവിടപ്പെട്ട ആളാണ്. ഈ പിരിച്ചുവിടപ്പെട്ട ആളിനെ അയാൾ CPM പോലീസ് നക്സസിലെ കടുത്ത ഗുണ്ട സ്വഭാവമുള്ള ആളാണ്. ആ പിരിച്ചുവിടപ്പെട്ട അയാളെ തിരിച്ചെടുത്ത് കോഴിക്കോട് നിന്ന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. അയാളുടെ നേതൃത്വത്തിലാണ് പണി മുഴുവൻ നടന്നത്. ഇതാണ് വാദം. അത് ഞാൻ വെല്ലുവിളിച്ച് തന്നെ ഇപ്പൊ കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള നൗഷാദിനോട് ചോദിക്കാം ഒരു കാര്യം. ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, അയാളെ ഡിസ്മിസ് ചെയ്തിട്ടില്ല. 16/1/2023 ഇയാളെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ആ സസ്പെൻഷൻ നമ്പർ എൻ്റെ കൈവശമുണ്ട്, ഞാൻ അഭിലാഷിന് അയച്ചു തരാം. തിരിച്ച് നൗഷാദ് അലിക്കോ ഷാഫി ജാലിയത്തിനോ
ഇയാൾ ഡിസ്കസ് ചെയ്തതിന്റെ ഒരു വരിയെങ്കിലും ഈ ചർച്ചയിൽ കാണിക്കാമെങ്കിൽ കാണിക്കണം. അത് ഞാൻ പിന്നെ അഹങ്കാരം കൊണ്ട് വെല്ലുവിളിക്കുകയൊന്നുമല്ല, ഉത്തരവാദിത്തോട് വെല്ലുവിളിക്കുകയാണ്. ആ സസ്പെൻഷൻ ഓർഡർ എൻ്റെ കയ്യിലുണ്ട്. നവംബറിൽ തിരിച്ചെടുത്തതിൻ്റെയും ഉത്തരവുണ്ട്. അത് പിന്നെ 16/1/2023 സസ്പെൻഡ് ചെയ്തത് മാത്രമാണ് ഉണ്ടായത്. പക്ഷെ MP പറയുമ്പോൾ എന്തായിട്ടാണ് മാറുന്നത്? ഇത് എം പി പറഞ്ഞത് ശ്രീ ജയചന്ദ്രൻ മാധ്യമ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചാണ്. മാധ്യമങ്ങൾ 2023 ജനുവരി മാസത്തിൽ കേരളത്തിലെ വിവിധ മാധ്യമങ്ങൾ, അച്ചടി ദൃശ്യ മാധ്യമങ്ങൾ 3 പോലീസുകാരെ പിരിച്ചുവിട്ടതായ വാർത്ത കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു ഉദ്യോഗസ്ഥൻ ഈ അഭിലാഷ് ഡേവിഡ് ആണ്. ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ 2 ഗുരുതരമായ ആരോപണങ്ങൾക്ക് പാത്രമായിരുന്നു ഇദ്ദേഹം. ഒരു തവണ സസ്പെൻഷൻ ഉണ്ടായി, രണ്ടാമത്തെ തവണ ഡിസ്മിസൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്മിസലിന് ആസ്പദമായ ഡിസ്മിസൽ മെമ്മോ കൊടുത്തിട്ടുണ്ട് എന്ന പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതെ, ഞാൻ പറയട്ടെ, അഭിലാഷ് മോഹൻ എന്ന ജേർണലിസ്റ്റ് ഒരു സീസൺഡ് ജേർണലിസ്റ്റ് ആണല്ലോ. താങ്കൾ എത്രയോ കാലമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണ്. ഞാൻ താങ്കൾക്കാണ് ആ സസ്പെൻഷൻ ഉത്തരവ് അയച്ചു തരാമെന്ന് ഈ ചർച്ചയിൽ ഇപ്പൊ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരു തവണ സസ്പെൻഡ് ചെയ്ത ആൾക്കെതിരെ പിന്നെ നടപടി ഉണ്ടാവില്ല എന്ന് അങ്ങേക്ക് ഉറപ്പുണ്ടോ? നാളെ ഡിസ്മിസലിന്റെ ഉത്തരവ് ആരെങ്കിലും കാണിച്ചാൽ അപ്പോ ഈ പറഞ്ഞത് മാറ്റുമോ? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ മാറ്റുമല്ലോ. ഇത് നാളെ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് നൗഷാദിനോട് ചോദിക്കുന്നത്. അദ്ദേഹം ഞാനുമായിട്ട് എത്രയോ ചർച്ചകളിൽ വരുന്നതാണ്. ഞാൻ അദ്ദേഹത്തോട് ഈ പിന്നെ ചർച്ചയിലെത്തല്ല അഭിലാഷ് ചോദിക്കുന്നത്. സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അഭിലാഷ് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണ് അഭിലാഷ് ഡേവിഡ്. അയാളെ ഡിസ്മിസ് ചെയ്തു എന്ന് ഇന്ന് വടകര MP ആണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. ഞാൻ അതിനെ ഞാൻ നിഷേധിക്കുന്നതും വിയോജിക്കുന്നതും വെല്ലുവിളിച്ച് ചോദിക്കുന്നതും, ഞാൻ സസ്പെൻഷൻ ഉത്തരവ് അങ്ങോട്ട് അയച്ചു തരാം, അന്ന് നൗഷാദ് അലിയോട് ചോദിക്കുമോ ആ ഡിസ്മിസൽ ഉത്തരവ് ഒന്ന് തരൂ എന്ന് കാണിക്കാമോ? 1. 2, ഇയാൾ ഈ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്നയാൾ റെയിൽവേ പോലീസ് ഇരിക്കുമ്പോഴാണ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്, അല്ലാതെ ശ്രീകാര്യത്തിരിക്കുമ്പോഴല്ല. അദ്ദേഹത്തെ എന്തിനാണ് റെയിൽവേ പോലീസിലേക്ക് മാറ്റിയത്? അല്ല, പറയട്ടെ. റെയിൽവേ പോലീസിൽ ഇരിക്കുമ്പോഴാണ് സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ റെയിൽവേ പ്ലാറ്റ്ഫോമിലെ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചതിനോ അതല്ലെങ്കിൽ മോഷണം പിടിക്കാത്തതിനോ ഒക്കെ ആണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ? റെയിൽവേ പോലീസിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യത്തിനാണോ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തെ? എന്നാ പിന്നെ അതുകൂടി പറയും. ആ സസ്പെൻഷൻ ഉത്തരവ് ഞാൻ അങ്ങോട്ട് തങ്ങയ്ക്ക് തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് വായിച്ചോളൂന്നേ. അത് താങ്കൾ തന്നെ ഈ ചർച്ചയിൽ വായിച്ചോളൂ. ഞാൻ വായിക്കുന്നില്ല. ഞാൻ വല്ല നുണക്കഥ അവതരിപ്പിക്കുന്നു എന്നുള്ള ആക്ഷേപമൊന്നും വേണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് അയച്ചു വായിച്ചാൽ മതിയല്ലോ, കുഴപ്പമില്ല. അല്ല, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതിൽ റെയിൽവേ പോലീസിൽ ഇരിക്കുമ്പോൾ ചെയ്ത എന്തെങ്കിലും വീഴ്ചകൾക്കോ കൃത്യവിലോപത്തിനോ അല്ലല്ലോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. ഓക്കെ, സമ്മതിച്ചു. ഞാനത് അതിവിടെ നിർത്തുന്നു. ബാക്കി ചർച്ചകൾ പിന്നാലെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. പക്ഷെ ഈ പേരാമ്പ്ര സംഭവത്തിൽ എന്താ സംഭവിച്ചത്? ഈ ലോ ആൻഡ് ഓർഡർ പിന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്ന ആർക്കാണ്? 2 DYSPമാർക്ക്, 6 CIമാർക്ക്, 11 സബ് ഇൻസ്പെക്ടർമാർക്ക്, 105 പിന്നെ പോലീസുകാർക്കും. ഇവർക്കാണ് പേരാമ്പ്ര സംഭവത്തിൽ ലോ ആൻഡ് ഓർഡർ ചുമതല ഉണ്ടായിരുന്നത്. അതിൽ ഈ പേരുകാരൻ ഇല്ല. അതറിയുമോ? ഈ പേരുകാരൻ ആരോപിക്കപ്പെടുന്ന അഭിലാഷ് ഡേവിഡിന്റെ പേരുകാരൻ ഇല്ലെന്നേ. പിന്നെ എങ്ങനെയാണ് ഇത്രയും പേരിൽ ഈ പേര് മാത്രം തിരഞ്ഞു പിടിച്ച് പുറത്തു കൊണ്ടുവരുന്നത്? ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി പറയുന്ന കഥയൊന്നുമല്ല. ഇതിന് ഓൺ റെക്കോർഡാണ്. ഇതൊക്കെ ഉണ്ട്. തർക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ തെളിയിക്കാനുള്ള മാർഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ചർച്ചയിൽ വേണ്ട, ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട്. അപ്പോ രാഷ്ട്രീയ പ്രേരിതമായി ആരോപണം ഉന്നയിക്കരുതെന്നൊരു MP-യോട് പറയാൻ നമുക്ക് അവകാശമൊന്നുമില്ല. ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം അദ്ദേഹത്തിന് പരിക്കേറ്റതാണ്. ആ പരിക്കിൽ എനിക്ക് ഖേദമുണ്ടെന്ന് മാത്രമല്ല, പോലീസിന്റെ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു പൗരനാണ് ഞാൻ. ആ പ്രതിഷേധം ഇവിടെയും രേഖപ്പെടുത്തുന്നു. പക്ഷേ MP ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ ഇക്കാര്യം അത് രാഷ്ട്രീയമായ പിന്നെ ഒരു എന്താ പറയുന്നത്, രാഷ്ട്രീയമായ ചില പരത്തിപ്പറയൽ മാത്രമാണ്. അതിൽ വസ്തുതകൾക്ക് പകരം ഉണ്ടായത് ഭാവനാവിലാസങ്ങളാണ്. അതിനവസാനം അടിവരയിടുന്നതിനാണ് മീഡിയ റിപ്പോർട്ട്സ് ആണ്. അപ്പൊ മീഡിയ ഭാവനാവിലാസത്തിന് പിന്നിലെ പോകുന്നവരാണെന്നൊന്നും ഒരു പരോക്ഷമായ വ്യംഗ്യമായ സൂചന അടങ്ങിയിരിക്കുന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യവുമല്ല. ഇത് ഞാനും ചെയ്യുന്ന പണിയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു MP പറയാൻ പാടില്ലായിരുന്നുള്ളത് വിയോജിപ്പ് തന്നെയാണ്. ശരി, ഓക്കെ, അതാണല്ലോ താങ്കളുടെ വിയോജിപ്പ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ VK സനോജ്, ആരാണ് അഭിലാഷ് ഡേവിഡ് എന്ന CI? 2 കുറ്റങ്ങൾക്ക് നടപടികൾക്ക് വിധേയമായിട്ടുള്ള ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ശ്രീകാര്യത്ത് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ലൈംഗികാതിക്രമ കേസ് പണം വാങ്ങി ഒത്തുതീർപ്പാക്കി കൊടുത്തു. അതിൽ ഇരയ്ക്ക് അനുകൂലമായ, പരാതിക്കാരിക്ക് അനുകൂലമായ സമീപനം ഉണ്ടാകാത്തതിനെ തുടർന്ന് ഉള്ള വിഷയം. 2 ഗുണ്ടാ നേതാക്കളുമായി, ഓം പ്രകാശ് അടക്കമുള്ള തലസ്ഥാനത്തെ ഗുണ്ടാ നേതാക്കളുമായുള്ള ബന്ധം ഒരു സമയത്ത് 2 കൊല്ലം മുമ്പ് അനിൽ കാന്ത് DGP ആയിരുന്ന സമയത്ത്
പോലീസിനെ ശുദ്ധീകരിക്കണം, തലസ്ഥാനത്തെ ഗുണ്ടാ പോലീസ് ബന്ധത്തിന്റെ വേരറുക്കാൻ വേണ്ടി ഒരു സ്റ്റേഷൻ അപ്പാടെ, ഒരു സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാർക്കെതിരെ നടപടിയെടുത്ത സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. ആ കാലത്ത് ഗുണ്ടാ മാഫിയ ബന്ധം ആരോപിക്കുന്ന പോലീസുകാരെ സേനയ്ക്ക് വെളിയിലാക്കാൻ, പോലീസിനെ ശുദ്ധീകരിക്കാൻ എടുത്ത നടപടികളുടെ ഭാഗമായി നടപടിക്ക് വിധേയനായ ഒരാൾ വീണ്ടും ലോ ആൻഡ് ഓർഡറിൽ ഇത്ര പരമപ്രധാനമായ ഒരു സ്ഥലത്ത് വരികയും ഒരു MP ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ മുഖ്യ ആരോപണ വിധേയനാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം അവിടെ സംഗതമാണ്, പ്രസക്തമാണ്. അതുകൊണ്ട് ഇങ്ങനെ പാർട്ടി ചില ആളുകളെ പ്രത്യേക ഓർഡർ കൊടുത്ത് വിടുകയാണോ എന്ന അപ്പുറത്തു നിന്നുള്ള ചോദ്യത്തിന് അത് ഉപോത്ബലകമായി മാറും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ ആരോപണത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യും ഇയാൾക്ക് കിട്ടുന്ന ഈ പരിഗണനയും പരിരക്ഷയും. അഭിലാഷ്, ഷാഫിയുടെ ഈ ശുദ്ധ അസംബന്ധങ്ങളാണ് ഈ കാര്യം ഇപ്പോൾ ആർക്കാണ് മനസ്സിലാവുന്നത്? ഇപ്പോൾ അഭിലാഷ് ഡേവിഡിനെ ഇപ്പോൾ ഇവിടെ ആരെങ്കിലും ന്യായീകരിച്ചോ? അഭിലാഷ് ഡേവിഡിന്റെ കുറ്റകൃത്യം സംബന്ധിച്ചാണോ ഇവിടെ ചർച്ച? അഭിലാഷ് ഡേവിഡിന്റെ പേരിൽ ആരോപണം ഉണ്ടായിട്ടുണ്ട്, കേസുണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസിന് കൃത്യമായി നിയമപരിധിക്കകത്തുനിന്നുകൊണ്ടാണ് ഇടപെടാൻ വേണ്ടി കഴിയുക. ആ പോലീസ് സംവിധാനം നിയമപരിധിക്കകത്തുനിന്ന് ഇടപെട്ടു. ആദ്യഘട്ടത്തിൽ അയാൾ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ 22 മാസത്തെ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് അയാളെ സർവീസിൽ തിരിച്ചെടുത്തിട്ടുണ്ട്. അതോടെ അയാൾ ശുദ്ധീകരിക്കപ്പെട്ടു എന്നല്ല, അത് ആ സസ്പെൻഷൻ കാരണങ്ങളിൽ നടത്തിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച് അയാളുടെ പേരിൽ എന്തൊക്കെയാണ് നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയുക, അത് ഉയർന്ന മേധാവികൾ ആ നിലയിൽ ആ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നടപടിക്രമങ്ങൾ ഉണ്ടാവും. അല്ലാതെ അയാളെ സംരക്ഷിക്കണമെന്നോ അയാൾ ശുദ്ധനായിരുന്നു എന്നോ ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? എന്തിനാണ് അത്തരമൊരു ചർച്ചയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത്? ഇവിടെ പ്രശ്നം എന്താണ്? അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ഒരാളെ പണ്ടേ പോലീസിൽ നിന്ന് പിരിച്ചുവിട്ടതാണ് എന്നൊരു പച്ചക്കള്ളം ഷാഫി പറയുന്നു. ഷാഫി എന്നിട്ട് പറയുന്നത് ഞാൻ ഏതെങ്കിലും പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ട്, അങ്ങനെയാണ്. അങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി കഴിയുന്നൊരു കാര്യമാണോ? ഷാഫിയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ്, അതും ആരെങ്കിലും മൈക്ക് നീട്ടിപ്പോൾ പറഞ്ഞല്ലോ, പത്രസമ്മേളനം നടത്താൻ നിശ്ചയിച്ച് വലിയ തെളിവുകളുമായിട്ട് വന്നതല്ലേ? അഭിലാഷ്, ഒരു കാര്യം ഞാൻ പറയാം. ഈ കോൺഗ്രസ് നേതാക്കന്മാർ നിങ്ങൾ പത്രക്കാരെല്ലാം പറ്റിക്കാൻ വേണ്ടിയിട്ട് പല തെളിവുകളും ഇങ്ങനെ എയറിൽ ഉയർത്തി കാണിക്കും. നമ്മുടെ നേരത്തെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നല്ലോ, എന്താ മറ്റേ മാത്യു കുഴൽനാടൻ. ഈ മാത്യു കുഴൽനാടൻ ഉയർത്തിയിട്ടുള്ള കുറേ പരാതികൾ, കുറേ പേപ്പർ കട്ടിങ്ങുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾ കുറേ വൈകുന്നേരം ചെലവഴിച്ചല്ലോ. അവസാനം സുപ്രീം കോടതി മാത്യു കുഴൽനാടൻ്റെ ചെവിക്കടിച്ചിട്ട് പറഞ്ഞു ഇറങ്ങടാ പുറത്തുനിന്ന് പറഞ്ഞു അല്ലേ? അധികം ഇവിടെ നിന്നാൽ 10 ലക്ഷം റുപ്യ അടച്ചിട്ട് പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഇമാതിരി കുറെ ശങ്കരാടിയുടെ കൈരേഖയുമായിട്ട് ആളുകൾ വരും. അങ്ങനെയുള്ള ഒരു രേഖയായിട്ട് മാത്രമേ ഈ ഷാഫിയുടെ ഈ ഒക്കെ കാണുള്ളൂ. നിങ്ങൾ വെറുതെ ഈ സമയം ഇത്രയും ചെലവഴിച്ച് ചർച്ച നടത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഷാഫി പല ഷോയും കാണിക്കും, അത് അവരുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിന്റെ ഷാഫിയുടെ രാഷ്ട്രീയവും നിലനിൽപ്പും ഉണ്ടാവും. പക്ഷേ കോടതിയിൽ SFI തോറ്റു എന്ന്. പക്ഷേ തലസ്ഥാനത്തെ ഗുണ്ടാ മാഫിയ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട് നടപടിക്ക് വിധേയനായ പോലീസുകാരനെ എങ്ങനെയാണ് അദ്ദേഹം ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടത്, ഈ പരിശുദ്ധിയിലേക്ക് വന്നത്? ഗുണ്ടാ മാഫിയ ബന്ധം ഇവിടെ തലസ്ഥാനത്തെ ഭരിക്കുന്ന പാരലൽ അധോലോകത്തിന്റെ നേതാക്കളുടെ തോളിൽ കൈയിട്ട് നടന്ന പോലീസുകാരനെ എങ്ങനെയാണ് വിശുദ്ധി കിട്ടിയത്? അദ്ദേഹം എങ്ങനെയാണ് വീണ്ടും ഈ കാക്കിയെടുത്ത് തോളത്തിട്ട് നാട്ടുകാരെ തല്ലാനിറങ്ങിയതെന്ന് നമ്മൾ അറിയണ്ടേ, സമൂഹം അറിയണ്ടേ? പറഞ്ഞു അഭിലാഷേ, അഭിലാഷിനെ പോലത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ ഇമാതിരി ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇയാൾക്കെതിരെ നടപടി എടുത്തിട്ടില്ലെന്നാണോ? ഇന്ത്യയിൽ പോലീസ് സേനയിലെ നവീകരണത്തിന് വേണ്ടി പോലീസ് സേനയിലെ നവീകരണം, ഇത്തരം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് സംബന്ധിച്ച് പിരിച്ചുവിടപ്പെട്ട പോലീസുകാരുടെ എണ്ണം കേരളത്തിന് നിയമസഭയിൽ ആധികാരികമായി 142 പോലീസുകാർ പിരിച്ചുവിടപ്പെട്ടു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ എനിക്കറിയാം. ആ പോലീസുകാരുടെ, ഈ പിരിച്ചുവിടപ്പെട്ട പോലീസുകാരുടെ വിവരങ്ങൾ, പിരിച്ചുവിടപ്പെട്ട പോലീസുകാരുടെ പേര് വിവരങ്ങൾ, അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്, അവരെന്ത് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടി പബ്ലിക് ഡൊമൈനിൽ വരട്ടെ. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പിരിച്ചുവിടപ്പെട്ട, ഈ സംഭവം വന്നപ്പോഴാണല്ലോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിരിച്ചുവിടപ്പെട്ട പോലീസുകാർ, പിരിച്ചുവിട്ടു എന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്ന പോലീസുകാർ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? അത് നമുക്ക് ആലോചിക്കേണ്ട, അന്വേഷിക്കേണ്ട, കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അത് വരുന്ന ദിവസങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. നൗഷാദ് അലി, ഇപ്പോൾ വടകര കൺട്രോൾ റൂം CI ആണ് ആരോപണ വിധേയനായ അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥൻ. പോലീസിന്റെ ക്രിമിനൽ വൽക്കരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് ഈ സംഭവം. അതൊരു വശത്ത് നിൽക്കുന്നു. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് മേഖലയിലെ സമാധാനമാണ്. പേരാമ്പ്രയിലൊക്കെ മുമ്പും രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം ജനാധിപത്യപരമായി നടക്കണമല്ലോ. അപ്പോൾ ഈ പ്രശ്നത്തിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് പ്രവീൺ തന്നെ വാർത്താ സമ്മേളനം നടത്തി സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന ആരോപണം തെറ്റാണ് എന്ന് പറയുകയുണ്ടായി. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഷാഫി പറമ്പിൽ MP ആശുപത്രി വിട്ടതിന് ശേഷവും അവിടുത്തെ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിച്ചിട്ടില്ല. നിയമപരമായി ലഭിക്കേണ്ട കാര്യങ്ങൾ നിയമപരമായി നീങ്ങുക, രാഷ്ട്രീയമായി ഉന്നയിക്കേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിക്കുക. അതേസമയം തന്നെ ആ മേഖലയിലെ
ജനാധിപത്യപരതയും സമാധാനവും ഉറപ്പാക്കുക എന്ന കാര്യം കൂടി ഉണ്ടല്ലോ. അതിന് ഗുണകരമാകുന്ന വിധത്തിലുള്ള നിലപാടുകൾ കോൺഗ്രസും UDF-ഉം എടുക്കുമോ? അഭിലാഷ്, അഭിലാഷ് വളരെ പ്രസക്തമായ ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ അതിലേക്ക് തന്നെ എൻ്റെ എല്ലാ ഉത്തരവും കേന്ദ്രീകരിക്കാം. പക്ഷേ അതിന് മുമ്പായിട്ട് എൻ്റെ ഒരു ഒരു വ്യഥ ഞാൻ പങ്കുവെക്കുകയാണ്. കാരണം ഇവിടെ നിർണായകമായ പോലീസിങ്ങിനെ കുറിച്ചുള്ളൊരു ചർച്ച നടക്കുമ്പോൾ ഇവിടെ ജയചന്ദ്രനും ഈ സനോജും ഒക്കെ, അല്ലെങ്കിൽ ജയചന്ദ്രൻ പ്രത്യേകിച്ചും ഈ അഭിലാഷ് മോനെ സസ്പെൻഡ് ചെയ്തത്, അല്ല അഭിലാഷ് ഡേവിഡിനെ സസ്പെൻഡാണോ ചെയ്തത്, അല്ല പിരിച്ചുവിട്ടതാണോ, ഇതൊക്കെ ഇനി അയാളെ സസ്പെൻഡ് ചെയ്യുകയോ പിരിച്ചുവിടുകയോ രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടി അയാൾ പെണ്ണ് കേസിലോ പണാഭരണ കേസിലോ പ്രതിയാവുക, അയാൾക്ക് ജന്മദിനം വരെ വിവാഹ വാർഷികം വരെ എന്ത് വന്നാലും നമുക്കെന്ത് കാര്യമെന്നേ. ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികൾ ആര് നടത്തിയാലും ആ പ്രവൃത്തിയാണ്. അയാളുടെ പ്രീവിയസ് കാര്യം പറയുന്നതിന് സാങ്കേതിക പിഴവൊക്കെ വെച്ചിട്ട് 5 മിനിറ്റ് ചർച്ച കളയാന്ന് പറഞ്ഞാൽ ഇവരുടെ വിഷയദാരിദ്ര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഒറ്റ കാര്യം പറയാം അഭിലാഷ്, ഇവിടെ നമ്മുടെ നാട്ടിലൊരു പോലീസിങ് രീതിയുണ്ട്. ഞാൻ കാക്കിയിട്ട ഓഫീസർമാരോടായിട്ടാണ് പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് CPM-ന് ബംഗാളിലെയും ത്രിപുരയിലെയൊക്കെ തുടർഭരണ കാലത്ത് നടന്നതുപോലെയുള്ള വിടുപണികൾ ചെയ്യരുത്. കാരണം നന്ദിഗ്രാമിലും സിംഗൂരിലൊക്കെ കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് ബുള്ളറ്റിന്റെ ഇരട്ടി സ്വകാര്യ തോക്കുകളിൽ നിന്നുള്ള ബുള്ളറ്റുകളായിരുന്നു. ഇത്തരത്തിൽ ഒരു CPM സമാന്തര സെൽ ഭരണം, ആ ഒരു സേനയും പോലീസും ചേർന്നൊരു നെക്സസ് നിങ്ങളിവിടെ പരീക്ഷിക്കരുത്. നിങ്ങൾ കാക്കിയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കണം. കാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പ് ഇടതനാണോ എന്നുള്ള ചിന്തയോ അല്ലെങ്കിൽ ആ നിയമത്തിന് നിരക്കാത്ത കാര്യങ്ങളെ പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്ന വിടുപണിക്കാരോ ആവരുത്. നിങ്ങൾ കാക്കിയെ വ്യഭിചരിക്കരുത്, നിങ്ങൾ അതിൻ്റെ അന്തസ് കളയരുത് എന്നാണ് എനിക്ക് പോലീസുകാരോട് പറയാനുള്ളത്. ഒരു MP-യുടെ തലക്ക് നേരെ 2 തവണ ഒരു പോലീസുകാരൻ അടിച്ചാൽ എന്തൊക്കെ തരത്തിൽ ഈ രാജ്യത്തിൻ്റെ പ്രോട്ടോകോളിൻ്റെ ഭാഗമായ ഭരണഘടനാപരമായ സംരക്ഷണമുള്ള അറസ്റ്റ് ക്രിമിനൽ കുറ്റത്തിന് ചെയ്യുകയാണെങ്കിൽ വരെ നിരവധി കടമ്പകളുള്ള പ്രോട്ടോകോളിൽ ഉയരെ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിൽ പോലീസിൽ നിന്ന് ഒരാൾ പെരുമാറുന്നു, അല്ലെങ്കിൽ ഒരുപിടി ആളുകൾ പെരുമാറുന്നു. SP അത് സമ്മതിക്കുന്നു, ചില ആളുകളെ നിയന്ത്രണം വിട്ടു എന്ന് പറയുന്നു. ഒരാൾ ഗ്രനേഡ് ഒരു കയ്യിലും മറുകൈയിൽ ലാത്തിയും പിടിച്ച് ഷോ കാണിക്കുന്നു. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള പോലീസുകാരെ ഈ സേനക്ക് അപമാനമാണ്. അവരിതിനെ ബാധിച്ച അർബുദങ്ങളാണ്, ഇതിന്റെ മുഖത്തെ കറുത്ത പാടുകളാണ്. അവരെ പോലീസുകാർ മാതൃകയാക്കരുത്. ഇവിടെ ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും സാമാന്യ നീതി പുലർത്തി മുന്നോട്ട് പോകുന്ന അന്തസ്സും ന്യായ വിചാരവും ഇവിടുത്തെ പോലീസുകാർ വച്ചു പുലർത്തണം. അത്തരത്തിലുണ്ടാകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ചൊവ്വായിട്ട് വരും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആശയം ഇതാണ്. ഇത് രാഷ്ട്രീയ എതിരാളി അതിന് പഞ്ചായത്ത് മെമ്പറായാൽ പോലും ഞങ്ങളുടെ ഭരണകാലത്താണ് പോലീസിന്റെ ഭാഗത്ത് ഇത്തരം പെരുമാറ്റം ഉണ്ടായതെങ്കിൽ ഞങ്ങളതിന് യുക്തമായ നടപടി സ്വീകരിക്കും. നിങ്ങൾ നോക്കൂ, ഇവിടെ ഫ്രഷ് കട്ട് സമരം നടന്നല്ലോ. ജനങ്ങളെ വർഗീയമായിട്ട് ചേരിതിരിച്ച് നിരവധി പേരെ ഇവർ അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഒരു MP-ക്ക് നേരെ ഇങ്ങനെ ഒരു പരാക്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ട് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാൻ പോലും തയ്യാറാകാത്ത ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടെങ്കിൽ ഇത് സൈൻബാരിക്ക് തുല്യമായ ഒരു കലാപഭരിതമായ ചുവപ്പ് തീവ്രവാദം, CPM തീവ്രവാദം. അവിടെ ചന്ദൻ ബസു ആണെങ്കിൽ ഇവിടെ മരുമകനൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഭരണവുമായിട്ടാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരള ജനത സമ്മതിക്കുകയില്ല. അതിന് ഇടത് ബോധമുള്ളവർ മുമ്പിൽ നിൽക്കുമെന്ന് ഇവിടുത്തെ CPM-മാർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നിങ്ങളൊക്കെ ഇവിടെ കഥ എന്തെന്നറിയാതെ ആട്ടം കാണുന്ന സഹതാപം അർഹിക്കുന്ന വ്യക്തികൾ മാത്രമാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, ശ്രീ M. ജയചന്ദ്രൻ, നോക്കൂ, പോലീസ് തന്നെ ഇക്കാര്യത്തിൽ ഒരു പരിശോധന വാഗ്ദാനം ചെയ്തിരുന്നല്ലോ. റൂറൽ SP പറഞ്ഞല്ലോ ചില പോലീസുകാരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, എങ്ങനെ എന്നുള്ളത് പരിശോധിക്കുന്നുവെന്ന്. ആരാണ് കുഴപ്പമുണ്ടാക്കിയതെന്ന് AI ഉപയോഗിച്ച് കണ്ടുപിടിക്കുമെന്ന് വരെ പറഞ്ഞല്ലോ. എന്നിട്ട് കണ്ടുപിടിച്ചോ? എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഒരു പാർലമെന്റ് അംഗം ഈ തരത്തിൽ ആക്രമിക്കപ്പെട്ടിട്ട് എന്ത് നടപടി ഉണ്ടായി എന്ന ഒന്നാമത്തെ വിഷയം അവിടെ നിൽക്കുന്നു. രണ്ടാമത്തേതാണ് ഈ അഭിലാഷ് ഡേവിഡിനെ സസ്പെൻഡ് ചെയ്തോ, ഡിസ്മിസ് ചെയ്തോ, തൂക്കിക്കൊന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എന്ത് നടപടി ഒരു പാർലമെന്റ് അംഗത്തെ ഈ തരത്തിൽ ആക്രമിച്ചതിന്റെ പേരിൽ എടുത്തിട്ടുണ്ട് എന്ന ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത് നോക്കൂ, ലോ ആൻഡ് ഓർഡർ കീപ്പ് ചെയ്യേണ്ട പോലീസ് എങ്ങനെ അവിടെ പെരുമാറി? അവിടെ 2 കൂട്ടരും മുഖാമുഖം നിൽക്കുന്ന രണ്ട് ഭാഗത്തു നിന്നും ഒരേപോലെ പ്രവർത്തകർ തിങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലീസ് നിശ്ചയമായും ഇടയ്ക്ക് നിൽക്കണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. CPM തന്നെ പറയുന്നു ഞങ്ങളുടെ പ്രവർത്തകർ പിരിഞ്ഞു പോയിരുന്നുവെന്ന്. അപ്പോൾ ഒരു പാർലമെന്റ് അംഗം മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പോലീസ് ആക്ഷൻ ഉണ്ടായത്? MPയെ കണ്ടാൽ മനസ്സിലാകാത്ത ആളല്ലല്ലോ ആ പോലീസുകാരൻ. അപ്പോൾ ഇത് ഒരു വലിയ വിഷയം, ജനാധിപത്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ കാണേണ്ടടുത്ത് ഇപ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്?
അഭിലാഷ, ഞാൻ ഖേദപൂർവ്വം താങ്കളോടൊരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. KP നൗഷാദ് അലി പറഞ്ഞ അതേ രൂപത്തിലല്ലെങ്കിൽ അതിന് തുല്യമായ വേറൊരു രൂപത്തിൽ താങ്കൾ ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് പറയാൻ നിവൃത്തിയില്ലാത്തതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം ഈ അദ്ദേഹം പറഞ്ഞ എന്താ, നൗഷാദ് അലി എന്താണ് പറയുന്നത്, ബംഗാള്, നന്ദിഗ്രാം, ഇതൊക്കെ നമ്മുടെ തലയ്ക്കകത്ത് വെറും കളിമണ്ണ് മാത്രമല്ല. ബംഗാൾ നന്ദിഗ്രാമവും ഒക്കെ വിട്ടോളൂ, പേരാമ്പ്രയും വടകരയും പറഞ്ഞാൽ മതി. അല്ല അതെന്നും ഇത് നമ്മളുടെ ആരുടെയും തലയിൽ കളിമണ്ണല്ലോ. എല്ലാവർക്കും അവനവന്റെ വിവേചന ശക്തിയും വിവേചന ശേഷിയും ഒക്കെ ഉള്ളവരാണെന്നേ. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, ഇത് അദ്ദേഹം ഇപ്പൊ MP ഷാഫി പറമ്പിൽ മറ്റേ ഇവിടെ സ്പീക്കർക്ക് പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആ പരാതി കൊടുക്കാൻ അദ്ദേഹത്തിന് അവസരമുള്ളത്? ഇങ്ങനെ അതിക്രമം നടന്നു എന്ന് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നുകൊണ്ടാണ്. അതിനെ സംബന്ധിച്ച് സ്പീക്കർക്ക് പരാതി കൊടുത്തോ, പ്രിവിലേജ് കമ്മിറ്റി കൊടുക്കട്ടെ, അന്വേഷിക്കട്ടെ, നടപടി എടുക്കട്ടെ. ഇപ്പൊ പോലീസ് എന്തുകൊണ്ട് മൊഴിയെടുത്തില്ല? ഈ സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള മൂക്കിന് ശസ്ത്രക്രിയ നടത്തിയ MP എടുത്ത് എന്തുകൊണ്ട് മൊഴിയെടുത്തില്ല എന്ന് ചോദിക്കുന്നതിന്റെ ആ സാങ്കത്യം തന്നെ. ആശുപത്രി വിട്ടിട്ട് എത്ര ദിവസമായി? ആയിക്കോട്ടെ, 12 ദിവസം ശേഷം ഇന്നലെ അദ്ദേഹം വരുന്നത്, പൊതുമധ്യത്തിൽ വരുന്നു ആദ്യമായിട്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പോലീസുകാര് ഇദ്ദേഹമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ നിവൃത്തിയില്ല, ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇല്ലാന്ന് പറയട്ടെ, MP ഓഫീസ് പറയട്ടെ, MP പറയാം, ഒരു പക്ഷേ MP ഓഫീസ് പറയട്ടെ പോലീസ് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അദ്ദേഹം ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് സമയവും സൗകര്യവും അനുസരിച്ച് മൊഴിയെടുക്കാനുള്ള സമയം അറിയിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ എങ്ങനെയാണ് വക്രീകരിക്കുന്നത് നോക്കൂ. കേരളത്തിലെ പോലീസ് MP മർദ്ദനമായിട്ട് ഇതുവരെ അദ്ദേഹത്തിന് മൊഴിയെടുക്കാൻ പോലും തുനിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെയാണോ ഈ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത്? ഇങ്ങനെയാണോ? അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് അങ്ങ് വരുമോ? ഇപ്പൊ പോലീസിന്, റൂറൽ SP നമ്മൾ വിശ്വസിച്ചാൽ പോലീസിന് തന്നെ ഈ കാര്യത്തിൽ MP മർദ്ദനമേറ്റതിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളിൽ സംശയമുണ്ടെങ്കിൽ ഒരുപാട് ദൃശ്യങ്ങളുണ്ടല്ലോ, പോലീസ് ഔദ്യോഗികമായും അല്ലാതെയും ഒക്കെ ഷൂട്ട് ചെയ്തതും CCTV നിന്നുള്ളതും ഒക്കെയായ ചാനൽ ക്യാമറകളിൽ നിന്നൊക്കെയുള്ളതായ ഒരുപാട് ദൃശ്യങ്ങളുണ്ടല്ലോ. പുതിയ ടെക്നോളജി ഉപയോഗിക്കുമെന്നും പോലീസ് തന്നെയാണല്ലോ പറഞ്ഞത്. എന്താണ് സംഭവിച്ചത് എന്ന് പോലീസിനെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണല്ലോ. എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാത്തത്? MP മൊഴി എടുക്കുന്നത് അവിടെ നിൽക്കട്ടെ, ഇനിയിപ്പോ MP മൊഴി എടുത്തില്ലെങ്കിലും സാരമില്ല എന്ന് വെക്കാം. എന്തുകൊണ്ടാണ് പോലീസ് എന്ന് സംഭവിച്ചു എന്ന് ആഭ്യന്തരമായി പരിശോധിച്ച അക്കാര്യത്തിലൊരു തീർപ്പ് കണ്ടെത്താത്തത്? അല്ല, ആര് പറഞ്ഞു അന്വേഷിക്കുന്നില്ല എന്ന് ആര് പറഞ്ഞേ? അത്തരത്തിലുള്ള ഈ എന്താണ് പറയുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് റിവ്യൂ തന്നെ പോലീസില് ഹെഡ്ക്വാർട്ടേഴ്സിൽ അടക്കം ഇക്കാര്യത്തിലുള്ള വിശദമായ പരിശോധന നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ റിസൾട്ട് എന്തുകൊണ്ട് പരസ്യമായിട്ട് തരുന്നില്ല എന്നുള്ളത് അത് അവരുടെ കാര്യമായിരിക്കാം. പോലീസിങ് അങ്ങനെയാണല്ലോ, എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടല്ലോ ദൈനംദിന പോലീസിങ് നടക്കുന്നത്. അത് ഹെഡ്ക്വാർട്ടേഴ്സിന് PHQന് അതിൻ്റെതായിട്ട് നടപടിയൊക്കെ ഉണ്ടാവാം. പക്ഷെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഒരു ഒറ്റ കാര്യം കൂടെ, ഈ 144 പോലീസുകാരാണ്. ആദ്യം 108 പേരും പിന്നെ 36 പേരും, അങ്ങനെയാണ് 144 പേരെ ഡിസ്മിസ് ചെയ്തത്. ഇവരുടെ ലിസ്റ്റിൽ നിന്നും വേറെ എവിടെയും തപ്പി ആരും ഒന്നും പോകേണ്ടതില്ല. അഭിലാഷ് ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, എനിക്ക് അവരുടെ ആ ലിസ്റ്റും തരാമെന്ന് പറഞ്ഞ്. കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ എല്ലാ ഡീറ്റെയിൽസും തരാം. ഞാൻ അങ്ങയോട് ഇപ്പോ പരസ്യമായി ആവശ്യപ്പെടുന്നു, അങ്ങ് ഈ 144 പോലീസുകാരുടെയും പേര് വിവരങ്ങൾ തന്നാൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും നിയമസഭയിലുള്ള രേഖയാണ്, ആ രേഖയാണ് എന്തെങ്കിലും ഉള്ളത്. അത് ആർക്കും അവൈലബിൾ ആക്സസിബിൾ ആണ്. ഒരു തർക്കവും ഞാൻ താങ്കൾക്ക് തരാം, എന്ത് തന്നെ തരാം. ശരി, നല്ലത്. ശ്രീ ഷാഫി ചാലിയം, ഈ വിഷയം ഇപ്പൊ നോക്കൂ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. മലബാറിന്റെ രാഷ്ട്രീയ ഭൂമികയെ ആകെ തന്നെ കലുഷമാക്കാൻ പോകുന്ന പല കാര്യങ്ങളുണ്ട്. ഒരു പാർലമെന്റ് അംഗത്തിന്റെ ചോര വീഴുന്നത് വൈകാരികത ഉണ്ടാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോൾ CPMന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ആ മേഖലയിലെ, പ്രത്യേകിച്ച് അവരുടെ സ്വാധീന മേഖലയിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആക്രമിക്കപ്പെട്ടത്. ഇങ്ങനെ രാഷ്ട്രീയ കലഹങ്ങളുടെ ഭൂതകാലമുള്ള മേഖലകൾ കൂടി അടങ്ങുന്നതാണ് കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾ എന്നിരിക്കെ കാര്യങ്ങൾ കുറച്ചുകൂടിയൊക്കെ രൂക്ഷമാകാം. ഇനിയും ഇവിടെ ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടണമെന്നുള്ള കാര്യത്തിനപ്പുറത്ത് ഈ വിഷയം ഇങ്ങനെ കത്തിച്ചു നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, കേരളത്തിലെ ഒരു ലോക്സഭാംഗം തെരുവിൽ പോലീസിനാൽ മർദ്ദനത്തിന് വിധേയമാകുക, അത് പോലീസുമായുള്ള ക്ലാഷ് അവർട്ടഡാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ രാഷ്ട്രീയ സംഘടനയല്ല. ഈ പോലീസിനാൽ ആക്രമിക്കപ്പെട്ട് ഗുരുതരമായി മൂക്കിന് പരിക്കേറ്റ് നിരവധി തുന്നിട്ട് സർജറി നടത്തിയ ആ MP
ഇതുവരെ മൊഴിയെടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ സഹപാനലിസ്റ്റ് എത്ര ലാഘവത്തിലാണ് കണ്ടത്? അങ്ങനെ എടുക്കേണ്ട ആവശ്യം എന്താണ്? ഏതോ ഒരു കോരന് തല്ല് കിട്ടിയ പോലെയാണ് ഇവരുടെ ഈ വർത്താനം പോകുന്നത്. സത്യത്തിൽ ഒരു സമഗ്രാന്വേഷണത്തിന് വിധേയമാക്കേണ്ട വിഷയമല്ലേ? ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം അതിനോട് പ്രതികരിക്കണ്ടേ? ഭരണകൂടം പ്രതികരിക്കണ്ടേ? സനോജ് പറഞ്ഞ പോലെ ഷാഫി ഫാബ്രിക്കേറ്റ് ചെയ്തതാണെങ്കിൽ അത് കണ്ടെത്തട്ടെ. അങ്ങനെയാണെങ്കിൽ ഷാഫിയെ പിടിക്കല്ലോ, വളരെ എളുപ്പമല്ലേ? നിങ്ങളെ കയ്യിലല്ലേ ഗവൺമെൻറ് സംവിധാനം ഉള്ളത്? ഷാഫി എന്നല്ല, ഒരു പാർലമെൻറ്റ് മെമ്പർ അല്ലെങ്കിൽ ഒരു MLA ഇവരൊക്കെ ഇത്തരത്തിൽ മർദ്ദനത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം, ഒരു SIT രൂപീകരിച്ച് അന്വേഷിക്കേണ്ട ബാധ്യത നാട് ഭരിക്കുന്ന സർക്കാരിനുണ്ട്. ഇവിടെ അത് കാണുന്നില്ല, മൊഴിയെടുക്കാൻ പോലും വരുന്നില്ല. പിന്നെ ഇവിടെ ഒരു പോലീസുകാരുടെ കാര്യം പറഞ്ഞു, അദ്ദേഹം നേരത്തെ പിരിച്ചുവിടപ്പെട്ടതാണ്. പിരിച്ചുവിടാനിടയായ കാരണമാണ് ഇവിടെ വളരെ പ്രധാനമായി വരുന്നത്, ഗുണ്ടാ സംഘങ്ങളുമായുള്ള ബന്ധം. അപ്പോൾ ഇയാൾക്ക് ഗുണ്ടകളുമായി ബന്ധമുള്ളതാണെന്ന് പോലീസിന് തന്നെ അറിയാം, പോലീസ് കണ്ടെത്തിയതാണ്. ആ മനുഷ്യനാണ് വടകരയിൽ CI റാങ്കിൽ ഇരിക്കുകയും ഇവിടെ വന്ന് ഈ കൃത്യമായി വിഷൽ, ഇന്ന് ഷാഫി പത്രസമ്മേളനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷൽ തന്നിരിക്കുകയാണ്. അവിടെയാണ് പ്രശ്നം. ഇവിടെ ഇദ്ദേഹം പറഞ്ഞു അത് പിന്നെ സസ്പെൻഷനാണ്, സ്വാഭാവികമായും തിരിച്ചു വന്നിട്ടുണ്ടാവും, പോസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ പോലീസിൻ്റെ സൈറ്റിൽ ലഭ്യമാവണം. ഏതൊരു തസ്തികയിലിരിക്കുന്ന ഏതൊരു ഉദ്യോഗസ്ഥനെ കുറിച്ചും വളരെ കൃത്യമാണ്. ഇന്നെല്ലാം നമുക്കെന്താണ് സൈറ്റിൽ പോയാൽ കിട്ടും. ഈ മനുഷ്യനെ കുറിച്ച് ഈ ഷാഫിയുടെ പത്രസമ്മേളനം വന്നതിന് ശേഷം നിരവധി മാധ്യമ പ്രവർത്തകരടക്കം ഞങ്ങളെപ്പോലുള്ളവരടക്കം പോലീസ് സൈറ്റിൽ തിരയാണ്. ഇയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഇയാൾ എവിടുന്ന് കയറി വന്നു, എങ്ങനെ ഇവിടെ എത്തി എന്നത് ദുരൂഹമാണ്. ഇത് ചെറിയ സംഗതിയല്ലത്, അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വടകര എന്ന് പറഞ്ഞാൽ CPM ബമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന തലശ്ശേരി, കൂത്തുപറമ്പ്, പേരാമ്പ്ര, നാദാപുരം, കുറ്റ്യാടി, ഈ മേപ്പയൂര്, ഇതൊക്കെ അടങ്ങുന്ന ഈ മണ്ഡലങ്ങളിലൊക്കെ ഈ ഷാഫി വളരെ ഭൂരിപക്ഷത്തിൽ മുന്നേറി എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ കണ്ടല്ലോ, അയാൾക്കെതിരെ ഏറ്റവും വൃത്തികെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മനുഷ്യൻ പരീക്ഷിക്കാത്ത സാധനമല്ലേ ആ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്. അത് ഇവരുടെ പോലീസ് തന്നെ അന്വേഷിച്ച് എവിടെ വരെ എത്തി? DYFന്റെ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റിന് അടുത്ത് വരെ എത്തി. എന്തെങ്കിലും പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ടോ? ഇല്ല. ഇത്ര വൃത്തികെട്ട രീതിയിൽ ഈ ഷാഫിക്കെതിരെ ഇപ്പൊ അവസാനം ഷാഫിയെ വധിക്കാനുള്ള നീക്കം നടത്തിയത് ചെറിയ സംഗതിയാണോ? ഇത് നാളെ അദ്ദേഹം പിന്നെ സ്പീക്കർക്ക് എല്ലാം കൈമാറുന്നുണ്ട്. ഇനിയിപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന സ്പീക്കർ ഇവർ തമ്മിൽ ചില ടൈപ്പ് ഉണ്ടായതുകൊണ്ട് അവിടെ ഇനി ആക്ട് ആവില്ല എന്നുള്ള അറിയില്ല. അല്ലെങ്കിൽ സ്പീക്കർ എന്താണ് ഒരു ഡെലിഗേഷൻ തന്നെ വിടാൻ സാധ്യതകളാണ്. അല്ലെങ്കിൽ പോലീസിനോട് സ്പീക്കർ റിപ്പോർട്ട് അങ്ങോട്ട് തേടും. ഇനിയിപ്പോൾ അത് അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ഡീല് നടത്തുമോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും ഷാഫി ഏതായാലും സ്പീക്കർക്ക് ഒരു MP-യുടെ പ്രിവിലേജ് ഇല്ലേ? MP-യുടെ പ്രിവിലേജ് ഇല്ലെങ്കിൽ ഞാൻ അതൊന്നുമല്ല. ഈ ചെയ്തതെന്താ? രണ്ട് പാർട്ടികൾ തമ്മിൽ സംഘടന ഉണ്ടാക്കണം, എവിടെയും പോയി ധർണ നടത്തണം, പിക്കറ്റിംഗ് നടത്തണം, പോലീസിന്റെ ബാരിക്കേഡ് അട്ടിമറിക്കാൻ നോക്കണം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ, ഒരു കാരണം വേണ്ടേ സംഘർഷത്തിന്? ഇവിടെ പോലീസ് അനുവദിച്ച സ്ഥലത്ത് ഒരു വിൻ ചെയ്ത മുദ്രാവാക്യവുമായി നടക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് പോലീസിന് പാഞ്ഞു വരേണ്ട ആവശ്യം എന്താണ്? അവിടെ എന്തെങ്കിലും പോലീസിന് ഇടപെടേണ്ട എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിലല്ലേ? പോലീസ് തന്നതല്ലേ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് പോവാം. അപ്പൊ ഇത് വളരെ പ്ലാൻഡ് ആണ്. ഇവിടുത്തെ പോലീസിലേക്ക് നേരത്തെയുള്ള പോലീസിന്റെ അകത്ത് ഇവരൊക്കെ ഉണ്ടുണ്ട്, ജയിൽ പുള്ളികൾക്ക് ഗുണ്ടുണ്ട്, മനസ്സിലാക്കാങ്ങൾ. അങ്ങനെ ഇവരൊക്കെ ഉപയോഗിച്ച് ഒരു ഗുണ്ടാ രാജാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് കനത്ത വില CPM കൊടുക്കേണ്ടി വരും. കാരണം ആഭാരവൃദ്ധ ജനം ഇത് കാണുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ തോന്നിവാസം പണ്ടത്തെ പേരെ മൂടി വെക്കാനൊന്നും കഴിയില്ല. പരസ്യമായി ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, ഓക്കെ. ശ്രീ സനോജ്, നമ്മൾ ഇനി ഇതിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ എത്തിയത് മുതൽ അസ്വാരസ്യങ്ങളാണ്. ആദ്യം വന്ന കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം, DYFIയുടെ ഭാരവാഹിത്വത്തിൽ ഒക്കെയുള്ള ആളുകൾ വരെ, ഇതിനൊരു മുൻ MLA വരെ ഷെയർ ചെയ്തിരുന്നു. അതിന്റെ അന്വേഷണം എവിടെ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ഏത് നടപടി വരെ മുന്നോട്ട് പോയി എന്ന ചോദ്യം. നോക്കൂ, ഈ സമീപകാലത്താണ് വടകര അങ്ങാടിയിൽ വെച്ച് ഷാഫി പറമ്പിൽ തടയപ്പെടുന്നത്. ഷാഫി പറമ്പിൽ എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി തടഞ്ഞ ആളുകളുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന സംഭവം വന്നത്. ഇത് മൂന്നാമത്തെ സംഭവ വികാസമാണ്. വളരെ കാലമായി കോൺഗ്രസിന് നിയമസഭാ അംഗങ്ങൾ ഇല്ലാത്ത ജില്ലയാണ് കോഴിക്കോട്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയുടെ ഭാഗങ്ങൾ നിങ്ങളുടെ കുത്തക സീറ്റുകളാണ്, കൂത്തുപറമ്പും തലശ്ശേരിയും അടക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഷാഫി ഷോയാണ് നടത്തുന്നത് എന്ന് നേരത്തെ സനോജ് പറഞ്ഞല്ലോ. ഷാഫിക്ക് ഷോ നടത്താനുള്ള സ്റ്റേജ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തോ? അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് രാഷ്ട്രീയമായി ഗുണമാണോ ദോഷമാണോ എന്ന് യഥാർത്ഥത്തിൽ ആലോചിക്കുന്നുണ്ടോ? വൈകാരികത മാത്രമല്ലല്ലോ രാഷ്ട്രീയം.
അഭിലാഷേ, വൈകാരികതയല്ല രാഷ്ട്രീയം. അതിപ്പോ നമുക്കറിയാലോ എന്തൊക്കെ വൈകാരികതയാണ് അവർ അവതരിപ്പിക്കുന്നത് എന്ന്. ഞാൻ ഓരോ കാര്യത്തിനും മറുപടി പറയാം. ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നൗഷാദ് അലി പറഞ്ഞത് ബംഗാളിലെ നന്ദിഗ്രാമിനെ കുറിച്ചൊക്കെ പറയാണല്ലോ. പോലീസ് സേനയെ ഉപദേശിക്കുകയാണ്. ആരാ ഉപദേശിക്കുന്നത്? കോൺഗ്രസ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് കേരളത്തിലെ പോലീസിനെ ഉപദേശിക്കാൻ വല്ല അവകാശമുണ്ടോ? കോൺഗ്രസിന്റെ ഭരണകാലത്ത് പോലീസ് എന്തായിരുന്നു എന്ന് തെളിയിക്കുന്ന എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ വിശദീകരിക്കണോ? ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയിൽ അന്ന് നടത്തിയ പ്രസംഗമുണ്ട് അല്ലേ? ചോര ഉറ്റുന്ന ഷർട്ടുമായിട്ട് നിയമസഭയിൽ പോവേണ്ടി വന്ന ഒരു MLA. അതൊന്നും കാലം മറന്നിട്ടില്ല നൗഷാദ് അലി. നിങ്ങൾ പറഞ്ഞല്ലോ വലിയ നല്ല പോലീസായിരുന്നു UDF പോലീസ് എന്ന്. ഈ പാവപ്പെട്ട ആദിവാസികളുണ്ടല്ലോ, ഈ CK ജാനു സംഘവും അവിടെ സമരം നടത്തിയപ്പോൾ എത്ര ക്രൂരമായിട്ടാണ് നിങ്ങളുടെ പോലീസ് അവിടെ പെരുമാറിയത്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പിടിച്ചുകൊണ്ടുപോയിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ മൃതശരീരം വിട്ടുകൊടുത്തോ? ഈച്ചര വാര്യർ എന്നൊരു അച്ഛൻ എത്ര കാലമാണ് ആ മൃതശരീരം ഒന്ന് കാണാൻ വേണ്ടി കാത്തിരുന്നത്? നിങ്ങൾ കൊടുത്തോ? അപ്പൊ കരുണാകരന്റെ പോലീസും ആന്റണിയുടെ പോലീസും ഉമ്മൻചാണ്ടിയുടെ പോലീസും നിങ്ങളെ നേരത്തെ ഭരിച്ചപ്പോൾ ഉണ്ടായ പോലീസെല്ലാം ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അവിടെ നിങ്ങളുടെ കാലത്തെ വലിയ നല്ല മെച്ചപ്പെട്ട പോലീസ് ഫ്രീ ആയിട്ട് കോൺഗ്രസിന്റെ ഉപദേശം അതവിടെ വെച്ചാൽ മതി. പിന്നെ ഷാഫിയുടെ ഷോയിനെ കുറിച്ച് പറഞ്ഞു. ഷാഫിയെ എന്തിനാ വടകരയിൽ ഷാഫി ഒരു പ്രതിഷേധം നേരിട്ടത്? എന്തായിരുന്നു അതിന്റെ സംഭവം? ഷാഫിയുടെ കൂട്ടുകാരനുണ്ടല്ലോ മറ്റേ രാഹുൽ മാങ്കൂട്ടം. ആ രാഹുൽ മാങ്കൂട്ടുമായി വരുന്ന ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിരവധി പെൺകുട്ടികൾ നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകരെ വിളിച്ച്, നിങ്ങൾ അങ്ങോട്ട് വിളിച്ചും അവരിങ്ങോട്ട് പറഞ്ഞും എല്ലാം കൂടി ഈ പബ്ലിക് ഡൊമൈൻ ഉണ്ടായിട്ടുള്ള കുറെ ഇപ്പോഴും കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. കരച്ചിലാണ്. ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നു, നടത്തിയിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന് പറയുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ഒരു MLA-ക്കെതിരായി ഇത്ര ഗൗരവമായ ആരോപണം ഉണ്ടായപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ജനപ്രതി വരുന്നു. ആ ജനപ്രതിയുടെ പേരാണ് ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിൽ പോകുന്ന വഴിയിൽ ആള് ചോദിച്ചു, എന്താ ഈ ന്യായീകരണം, അത് ശരിയാണോ എന്ന് ചോദിക്കാനുള്ള ജനാധിപത്യ മര്യാദ, ജനാധിപത്യപരമായ അവകാശം ഈ നാടിനുണ്ട്. അത് ഇതുപോലെയുള്ള പെർവർട്ടുകളെ സംരക്ഷിക്കാൻ വേണ്ടി ജനപ്രതികൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും. അവിടെയും ഷാഫി ഷോ കാണിച്ചു. അതുകൊണ്ടാണ് സനോജെ ഞാൻ ചോദിക്കുന്നത്, ആൾക്കൂട്ടത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചോദിക്കാനുള്ള അവകാശമില്ലെന്ന് വെച്ചാൽ ചോദിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരാൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സഞ്ചരിക്കുന്ന ഒരാളെ തടയാൻ, അത് MP അല്ല സാധാരണ മനുഷ്യനായാലും വഴിയിൽ തടയാനുള്ള അവകാശം ആർക്കുമില്ല. അതിൽ ജനാധിപത്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ആത്യന്തിക ഗുണഭോക്താവ് ആരാണെന്ന് ചിന്തിച്ചാൽ മതി. ഇതിന്റെ ആത്യന്തിക ഗുണഭോക്താവ് ആരാണ് എന്ന് ചിന്തിച്ചാൽ മതി. അതൊക്കെ കാലം തെളിയിക്കട്ടെ. അതൊക്കെ കാലം തെളിയിക്കട്ടെ. അല്ല, എനിക്ക് ബേജാറൊന്നുമില്ല. ഞാൻ തലക്കെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചവരാണ്. ശരി ശരി, അല്ല അദ്ദേഹം പറയട്ടെ, സനോജ് പറയട്ടെ, പറഞ്ഞു തീരട്ടെ. ഒന്നുമല്ല. ഒരു കാര്യം കൂടി അഭിലാഷേ, നിങ്ങൾ പറഞ്ഞല്ലോ പിന്നെ ഷാഫി അവിടെ വന്നിറങ്ങിയ മുതൽ കുഴപ്പമെന്ന്. ഷാഫി അവിടെ വന്നിറങ്ങിയതിനു ശേഷം നടത്തിയിട്ടുള്ള വർഗീയ പ്രചരണം അല്ലേ, വാട്സപ്പിലും ഫേസ്ബുക്കിലും നടത്തിയ പ്രചരണം ഉണ്ടല്ലോ. ഷാഫി ചാലിയത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആളല്ലേ ശിക്ഷിക്കപ്പെട്ടത്? കോടതി ശിക്ഷിച്ചു. പോലീസ് റിപ്പോർട്ട് മാത്രമല്ല, കോടതിയിൽ നിങ്ങൾ പിടിച്ചതാ. ഏത് സനോജയെ കളവ് പറയണ്ട. അത് ആ കുട്ടി നിരപരാധിയാണെന്ന് വടകര SP തന്നെ പറഞ്ഞു. കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അല്ല, കാഫിർ പോലീസ് അന്വേഷണം നടത്തിയിട്ട് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഒരു ന്യൂമാഹി സ്വദേശിയായ മുസ്ലിം ലീഗ് പ്രവർത്തകനെന്നാണ് എന്റെ ഓർമ്മ. അതായത് ശൈലജ ടീച്ചർ അവിടെ വന്നിറങ്ങിയ പാടെ ടീച്ചർക്കെതിരായി നടത്തിയിട്ടുള്ള വിദ്വേഷ പ്രചരണം, വർഗീയ പ്രചരണം, ലൈംഗിക ചൊവ്വയുള്ള വീഡിയോന്റെ പ്രചരണം, അതിന്റെ ഭാഗമായിട്ട് ശിക്ഷിക്കപ്പെട്ട ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിന്റെ പേരെന്താണ്? നിങ്ങൾ മറന്നുപോയോ? ഞങ്ങളുടെ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ശരി ശരി ശരി, വന്ന് അപവാദ കഥ ടീച്ചർക്ക് നേരെ അപവാദം, ടീച്ചർ മാത്രമല്ല ഏത് സ്ത്രീക്ക് നേരെയും അപവാദം വന്നാൽ ഞങ്ങളൊന്നും അതിന് കൂട്ടുനിൽക്കില്ല. എന്റെ ചോദ്യം അതല്ല, ടീച്ചറെ ആരെങ്കിലും അപമാനിച്ചെങ്കിൽ അതിന് പ്രതികാരമായി കാഫിർ കൊണ്ടുവരേണ്ടത്. സനോജ് അത് പറയാം. അതൊക്കെ നിങ്ങളെ CPM-ലെ ടീച്ചർക്കെതിരെ CPM-ലെ ഒരു ഗ്രൂപ്പ് നടത്തിച്ച ശരി പോരാളി ഷാജിയാണ് ഇതിന് പിന്നിൽ. ടീച്ചർക്കെതിരായ അപരാധം ഉണ്ടാക്കിയതിന് പിന്നിൽ
പോരാളി അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണല്ലോ. തർക്കിക്കണ്ട. വി ഡി സതീശനെ ചതീശൻ എന്ന് വിളിച്ചത് ആരാ? അല്ല, ടീച്ചർക്കെതിരെ ആരെങ്കിലും ആരോപണം അതിന് കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കലാണോ സനോജെ? അതിന് മറുപടി പറയാം. ഷാഫി ശരി, ആരാണ് ഷാഫി? സനോജെ, കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കാര്യം എന്തായി? അത് പറ. ഒരു അഭിപ്രായം ടീച്ചർക്കെതിരെ ആരെങ്കിലും അപവാദം പ്രചരിപ്പിച്ചാൽ, ലൈംഗിക ചുവയുള്ള ആരോപണം ഉന്നയിച്ചാൽ അതിന് മറുപടി കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കലാണോ? ശരി ശരി. അല്ല, അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിച്ചാൽ കേൾക്കുന്ന ആളുകൾക്ക് വ്യക്തമാവില്ലല്ലോ. ശ്രീ കെ പി നൗഷാദ് അലി, ഇവിടെ ഇപ്പൊ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായ ചില വീഴ്ചകളുണ്ട്. റൂറൽ എസ് പി തന്നെ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ രാഷ്ട്രീയം നിശ്ചയമായി ഉണ്ടാവും. അതിനോടൊപ്പം ഈ വിഷയത്തിൽ നിയമ പോരാട്ടം നടത്താൻ കോൺഗ്രസും യു ഡി എഫും ഒരുക്കമാണോ? നിശ്ചയമായും ഒരു MP ആണ് ഇവിടെ ആക്രമിക്കപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സഭയുടെ അവകാശമുണ്ട്. ആ അവകാശത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ വേറെ നടക്കുകയും ചെയ്യണം. അതിനപ്പുറത്ത് ഈ വിഷയത്തിൽ നീതിക്ക് വേണ്ടി നിയമ പോരാട്ടത്തിന് കോൺഗ്രസ് ഒരുക്കമുണ്ടോ? അല്ല, അങ്ങേയറ്റത്തെ നിയമ പോരാട്ടം ആ വിഷയത്തിൽ നടത്തുമെന്ന കാര്യത്തിൽ എന്താ അഭിലാഷേ തർക്കം? ഞാൻ അതിനോട് ആനുപാതികമായിട്ട് ഇവിടെ നേരത്തെ പറയപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ കറന്റ് ആൻഡ് റെലവൻ്റ് ആയിട്ടുള്ള കാലികവും പിന്നെ പ്രസക്തവുമായ വിഷയങ്ങൾ പറയുമ്പോൾ ഇവർ പഴങ്കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പഴയ കോൺഗ്രസ് അട്രോസിറ്റീസാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ രാജൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒറ്റ കാര്യം പറയുന്നു. ഈ പിണറായി ഭരണം ഇതുവരെ ഈ പുരോഗമിച്ച 2016 തൊട്ട് ഇതുവരെയുള്ള കാലത്ത് 7 രാജന്മാരെയാണ് പോയിന്റ് ബ്ലാങ്കിൽ ചുട്ടുകൊന്നിട്ടുള്ളത് എന്ന് സനോജ് മനസ്സിലാക്കണം. അതിന് അമിത്ഷായുടെ കയ്യിൽ നിന്ന്, ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് പ്രത്യേക പ്രശംസയും പണക്കിഴിയൊക്കെ മേടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഇപ്പോഴും രാജന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ ഒറ്റ കാര്യം അഭിലാഷ, ഇവിടെ ഇതിന് കാരണം എന്താ വെച്ചാൽ ഇതൊരു മലബാറിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ ചില ധൂമകേതുക്കളൊക്കെ ഉരുത്തിരിയുന്നുണ്ട്. കാരണം കാസർഗോഡ് മുതൽ പിന്നെ പാലക്കാട് വരെ 60 സീറ്റുണ്ട്. കോൺഗ്രസ് നിലവിലൊരു 6-7 സീറ്റിലേ ജയിച്ചിട്ടുള്ളൂ. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആനുപാതികമായൊരു വോട്ടിംഗ് പാറ്റേൺ ഇവിടങ്ങളിലൊക്കെ രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ഒരുപാട് സീറ്റ് ജയിക്കും. ഉദുമ ജയിക്കും, കണ്ണൂർ ജയിക്കും, മാനന്തവാടി ജയിക്കും, ഈ പറഞ്ഞ കോഴിക്കോട് 4-5 സീറ്റ് ജയിക്കും, മലപ്പുറത്ത് തവനൂരും പൊന്നാനിയൊക്കെ ജയിക്കും, പിന്നെ പട്ടാമ്പിയും തൃത്താലയും ചിറ്റൂരും ഒക്കെ ജയിക്കും. ഇങ്ങനെ വലിയൊരു മുന്നേറ്റം ഇവിടെ CPM മണക്കുന്നുണ്ട്, ഭയക്കുന്നുണ്ട്. അതിനെതിരായിട്ടാണ് അവർ നടത്തുന്ന ഇന്നത്തെ പലതരത്തിലുള്ള വർഗീയ രാഷ്ട്രീയങ്ങളും പല ആളുകളെയും ഇവിടെ കൊണ്ടിറക്കിയിട്ടുള്ള അവരുടെ വർഗീയ പ്രയോഗങ്ങളും. അതുപോലെ തന്നെ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ കെൽപ്പുള്ളവരാണ് എന്ന് കരുതുന്നവരെ വ്യക്തിഗതമായിട്ട് ടാർഗറ്റ് ചെയ്ത് അവർ നടത്തുന്ന ഈ രാഷ്ട്രീയമൊക്കെ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം ഇതാണ്. അതിനെ ഈ പോലീസിനെ മറയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് അതുണ്ടാക്കും. ഏതായാലും CPM ഇവിടെ ഇരിക്കുന്ന കൊമ്പാണ് ഇവരെ വെട്ടിമുറിക്കുന്നത്. ഇവരെ സ്വയം കുഴി തോണ്ടുകയാണ്. ഇവർ വലിയൊരു ധ്രുവീകരണം ഉണ്ടാക്കി അതിൻ്റെ താൽക്കാലിക ഗുണഭോക്താവ് എന്നതിൻ്റെ അപ്പുറത്ത് അതിന് ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഇവർ വിസ്മരിക്കുകയാണ്. ബംഗാളിൽ എങ്ങനെയായിരുന്നു ചന്ദൻ ബസു പിന്നെ കേളി കാണിച്ച് പിന്നെ കമ്മ്യൂണിസത്തെ ദുരുപയോഗം ചെയ്തത്, അതുപോലുള്ള ഒരുപടി ചന്ദൻ ബസുമാര് ഇന്ന് കേരളത്തിലും ഈ തുടർഭരണത്തിലുണ്ട്. അത് മന്ത്രിസഭയിൽ കാണിക്കുന്ന അന്യായങ്ങളുള്ള മനുഷ്യരെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശ്രീ ജയചന്ദ്രൻ, ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ. ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്യുന്നത്, ഞാൻ അതിന്റെ വിശാല രാഷ്ട്രീയം ഒന്നും സംസാരിക്കുന്നില്ല, ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഗുണമാകുമോ ദോഷമാകുമോ LDF? അഭിലാഷ്, അത് വിശദമായ മറുപടി ചോദിച്ചാൽ പോകാൻ സമയമില്ലാത്ത പറയുന്നില്ല. പക്ഷേ ഇപ്പൊ ഈ ചർച്ച, ഈ ഡിബേറ്റിന് തന്നെ ഫോക്കസ് എന്ന് പറയുന്നത് ഷാഫിയുടെ ഇന്നത്തെ പത്രസമ്മേളനമാണല്ലോ. അതിൽ അദ്ദേഹം 4-5 കാര്യങ്ങളാണ് പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? പേരാമ്പ്രയിലെ പോലീസ് നടപടി ആസൂത്രിതമാണ് തനിക്കെതിരെ നടന്നത്. അതിന് ഈ തന്നെ മർദ്ദിച്ചത് പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥനാണ്. അയാളുടെ പേര് അഭിലാഷ് ഡേവിഡ് എന്നാണ്. സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥനെ രാഷ്ട്രീയ ഇടപെടൽ മൂലം രഹസ്യമായി തിരിച്ചെടുത്ത ശേഷമാണ് വടകര കൺട്രോൾ റൂമിൽ എത്തിച്ച് പോസ്റ്റ് ചെയ്ത് പണിയെ കാണിച്ചത്. ശബരിമല വിഷയം വഴിതിരിച്ചു വിടാനാണ് പണി കാണിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഷാഫിന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ KP നൗഷാദും ഷാഫി ചാലിയും ഞാൻ പറയുന്നത് ഏതാണ്ട് ഭയങ്കര ഭീകരതയായിട്ടാണ് പറഞ്ഞത്. പക്ഷെ പ്രശ്നം എന്താണ്?
വടകര എം പി പറഞ്ഞത് ഈ 5 മെയിൻ പോയിന്റ്സ് ആണെന്നേ. അതിനെയാണ് ഞാൻ എന്റെ വിയോജിപ്പ് എതിർപ്പം പറഞ്ഞത്. നിങ്ങളോട് പറഞ്ഞത് തന്നെയാണ്. അയാളെ പിരിച്ചുവിട്ടിട്ടില്ല, അത് സാങ്കേതികമാണെന്ന് KP നൗഷാദ് പറഞ്ഞാൽ എങ്ങനെ സാങ്കേതികമാവും? പത്രസമ്മേളനം നടത്തി MP പറഞ്ഞതല്ലേ. പക്ഷെ സസ്പെൻഷനിലേ വന്നിട്ടുള്ളൂ. പിന്നെ അയാൾക്ക് അവിടെ ചുമതല ഉണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുതയല്ലേ. അത് എങ്ങനെയും പുറത്തുകൊണ്ടുവരാൻ കഴിയുന്ന കാര്യമാണ്, അനായാസം പുറത്തുകൊണ്ടുവരാൻ കഴിയുന്ന കാര്യമാണല്ലോ. പിന്നെ അയാൾ ഉണ്ടായിരുന്നുവെന്ന് അയാൾ തന്നെ സമ്മതിച്ചതാണ് കേട്ടോ. അല്ല, അതിരിക്കട്ടെ, ഞാൻ എന്റെ വാദം പറയില്ലേ. പിന്നെ പോലീസ് ഗുണ്ട നെക്സസ് ഹെൽമറ്റിന്റെ കളർ അതല്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സ്ഥിരം ആരോപണമാണ്. ഇതിന്റെ ഈ ചർച്ചയിൽ 2 പേർക്കും അത് തെളിയിക്കാനേ കഴിഞ്ഞിട്ടില്ലല്ലോ. വെറുതെ കൊട്ടത്താപ്പൻ ആരോപണങ്ങൾ പറയുക മാത്രമേ ഉള്ളൂ. അപ്പൊ രാഷ്ട്രീയ ആരോപണങ്ങളുടെ പുകമറയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ഗവൺമെന്റിനെ എതിർക്കാനുള്ള, CPM-നെ എതിർക്കാനുള്ള ഒരു വഴി തപ്പി നടക്കുകയാണ് ചെയ്യുന്നത്. അത് എത്രത്തോളം ഫലപ്രദമായുള്ള അവർ തീരുമാനിക്കട്ടെ. CPM-ന്റെ കാര്യം CPM-ന് അറിയാൻ പ്രശ്നമൊന്നുമില്ല. ശരി, എന്തായാലും ജനങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ അവരവരുടേതായിട്ടുള്ള നിഗമനങ്ങളിലേക്ക് എത്താനും കഴിയട്ടെ. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.